നമസ്കാരം. 2024 സ്വാഗതം. 2024 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളും അതിന് യോജിച്ച പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ കൊടുക്കുന്നത്. പരിഹാര നിർദ്ദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ഈ പ്രോഗ്രാമിൽ എല്ലാ എപ്പിസോഡ്സിലും പറയാറുള്ള ഒരു കാര്യമാണ്, ഭാരതീയ ജ്യോതിഷം തികച്ചും വ്യത്യസ്തമാണ്, വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ പരിഹാര നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. രത്നധാരണം, യോജിച്ച നിറം, ഇങ്ങനെയുള്ള ഒരു സൂചന കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭാരതീയ ജ്യോതിഷം അങ്ങനെയല്ല. അതൊരു എംപവർമെൻറ്റ് സയൻസാണ്, ഒരു ശാക്തീകരണത്തിൻ്റെ ശാസ്ത്രം എന്നോ ട്രഡീഷൻ എന്നോ പറയാം. ഓരോ വർഷവും ജ്യോതിഷി, പണ്ടൊക്കെ കുടുംബത്തിൽ വന്ന് ഫലം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ വർഷം എങ്ങനെയായിരിക്കും, കുടുംബത്തിലെ ഓരോ അംഗത്തിനും ആ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ ദോഷങ്ങൾ കുറയോ പൂർണ്ണമായിട്ട് നീക്കുവാനോ കഴിയും എന്നുള്ള സൂചനയാണ് പണ്ട് ദൈവജ്ഞൻ ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നൽകിയിരുന്നത്. എല്ലാ എപ്പിസോഡിലും പറയാറുള്ളതുപോലെ ഭാരതീയ വിശ്വാസമനുസരിച്ച് എല്ലാം, പ്രപഞ്ചത്തിലെ ചരാചരങ്ങളായിട്ടുള്ള എല്ലാ സൃഷ്ടികളെന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല, എല്ലാത്തിനും ജീവനുണ്ട്. മോഡേൺ സയൻസിൽ തൂണിലും തുരുമ്പിനുമൊക്കെ ജീവനുണ്ട്. സബാറ്റമിക് പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫാസ്റ്റ് റിവോൾവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ചലനം ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവനുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരുമായിട്ടുള്ള താരതമ്യം അല്ല, കമ്പാരിസൺ അല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിനൊരു അർത്ഥമുണ്ട്, അസ്തിത്വത്തിനൊരർത്ഥമുണ്ട് എന്നുള്ളത്. അത് തൂണായാലും തുരുമ്പിലായാലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഭാരതീയ ഋഷിമാരുടെ ഓരോ വിശ്വാസങ്ങളും സത്യമാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തൂണിലായാലും തുരുമ്പിലായാലും മനുഷ്യനിലായാലും ഏത് വൃക്ഷത്തിലായാലും അല്ലെങ്കിൽ ഒരു മൃഗത്തിലായാലും എല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെന്നെത്തുമ്പോൾ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാവരും, എല്ലാ സൃഷ്ടികളും ചരാചരങ്ങളും ഒക്കെ സന്തോഷമായിട്ട്, ഐശ്വര്യത്തോടുകൂടി, സമാധാനമായിട്ട്, ആരോഗ്യവും ആയിട്ട് ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെ എല്ലാം പേഴ്സോണിഫൈ ചെയ്യാണ്. ഭാരതീയ വിശ്വാസം അനുസരിച്ച് എല്ലാത്തിനെയും നമ്മൾ പേഴ്സോണിഫൈ ചെയ്യാറുണ്ട്. വൃക്ഷങ്ങളായാലും അല്ലേ, എല്ലാ ജീവനുള്ള ജീവികളെയും നമ്മൾ ഒരു വിശ്വാസം അനുസരിച്ച് ചില സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവും. ആ വിശ്വാസം, ഉദാഹരണത്തിന് ഒരു ദേവന് ഇന്ന വാഹനം എന്നുള്ള, ഗണപതിയുടെ വാഹനം നമുക്ക് അറിയാം, മൂഷികൻ അല്ലേ. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ദേവതാസ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഒരു പർവ്വതത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ ഹിമാലയത്തിന് ഹിമവാൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമാണ്. നദികൾക്കൊക്കെ നമ്മൾ ഗംഗാദേവിയെ നമ്മൾ മാതൃസങ്കല്പത്തിലാണ് ഗംഗാദേവിയെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗാഞ്ചസ് റിവർ അല്ലെങ്കിൽ ഗംഗാ നദി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മാതൃസങ്കല്പം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിയാം. എല്ലാത്തിനെയും നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാം. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ മോഡേൺ സയൻസിൽ പറയുന്ന പോലെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും പരസ്പരം ഒരു ബന്ധമുണ്ട്. ആ ബന്ധം അറിയാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഭാരതീയ ജ്യോതിഷം. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് ശാക്തീകരണത്തിൻ്റെ, എംപവർമെൻറ്റിൻ്റെ ഒരു ശാസ്ത്രമാണ്. നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഒരു ശരീരം വിട്ടു കഴിഞ്ഞാൽ തന്നെയും അത് നിൽക്കുന്നില്ല, ബോധം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോപരാനി തഥാ ശരീരാനി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി.
അല്ലേ? ജീർണിച്ച ഒരു വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ, നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തെ ആത്മാവെന്ന് പറയുന്ന സങ്കല്പം നമ്മളൊരു കോൺഷ്യസ്നെസ്, ബോധം എന്നുള്ളൊരു സങ്കല്പം, എനർജിയുടെ ഒരു സങ്കല്പമായിട്ട് എടുക്കാം, അല്ലേ? ഒരു ശരീരം വിട്ട് കഴിഞ്ഞാൽ ആ എനർജി മറ്റൊരു ഫോമിലേക്ക് എത്തുന്നു, ശരീരം തന്നെ മറ്റൊരു ഫോമിലേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച്, ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഗ്രഹങ്ങളെ നമ്മൾ ദേവതമാരായിട്ട് കണക്കാക്കുന്നു. ജനിക്കുമ്പോഴുണ്ടാകുന്ന ചന്ദ്രൻ്റെ സ്ഥാനം വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ രാശിയിൽ സഞ്ചരിക്കുന്നു, ചില രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂല ഭാവവും ചില രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ഭാവവും വരുന്നു എന്നുള്ളതാണ് ഭാരതീയ ഋഷിമാരുടെ കണ്ടെത്തൽ. അതിന് പരിഹാരമായിട്ട് ആ ദേവതാ തൃപ്തി വരുത്തുവാനായിട്ട്, ദേവതാ തൃപ്തി വരുത്തുവാനായി പല മാർഗങ്ങളുമുണ്ട്. നമ്മുടെ ജപധ്യാനാദികൾ, ക്ഷേത്രാധികാര്യങ്ങൾ, ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടുകൾ നമ്മൾ പുഷ്പം കൊണ്ടുള്ള അർച്ചന, അതായത് പുഷ്പാഞ്ജലി നമ്മൾ കഴിപ്പിക്കുക. ധാര എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, അല്ലേ? ജലധാരയുണ്ട്, ക്ഷീരധാരയുണ്ട്, ഇങ്ങനെ ഓരോ സങ്കല്പമനുസരിച്ച്, വിശ്വാസമനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുണ്ടാകുന്ന മാറ്റം നമ്മുടെ സങ്കല്പത്തിലൂടെ സാധ്യമായി വരും എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊരു ജപം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സമാധാനം നമ്മുടെ ശരീരത്തിനെ ഒരു ക്രിയേറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ലെവലിലേക്ക്, നമ്മുടെ ശരീരത്തിൽ ഇൻഹറൻ്റായിട്ട് അതുണ്ടെന്നാണ് പറയുന്നത്, ക്യൂറേറ്റീവ് ആൻഡ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ശക്തി, അതിനെയാണ് ഈശ്വരാംശം എന്ന് പറയുന്നത്. ആ ഈശ്വരാംശത്തെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. ഈ എപ്പിസോഡിൽ മുൻപും പറഞ്ഞിട്ടുണ്ട്, കയ്യിലൊരു ചെറിയ മുറിവുണ്ടാകുകയാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും, ആ സ്കിൻ ജോയിൻ ചെയ്യും, ഒരു പാട് പോലും ഉണ്ടാവില്ല. അത് ശരീരത്തിൻ്റെ ഒരു ക്യൂറേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് മെക്കാനിസമാണ്. അതിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ള മുറിവാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, ബ്ലഡ് ഫ്ലോ വിൽ സ്റ്റോപ്പ്, അല്ലേ? സ്കിൻ ജോയിൻ ചെയ്യും, പക്ഷേ ചെറിയൊരു പാടുണ്ടാവും. അപ്പോൾ ശരീരത്തിൻ്റെ ആ ക്യൂറേറ്റീവ്, അത് അസുഖം മാറ്റാനുള്ള കഴിവ്, ക്രിയേറ്റീവ്, രണ്ടും ജോയിൻ ചെയ്യുവാനും പാടൊക്കെ നിശേഷം മാറ്റുവാനുമുള്ള കഴിവ്, അതാണ് ക്രിയേറ്റീവ്. അത് ആ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ ആ കഴിവിന് അല്പം ഒരു കുറവ് വരുന്നു, അല്ലേ? ചെറിയൊരു പാട് വരുന്നു. തേർഡ് ലെവലിൽ ഒരു ഡീപ്പ് കട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെ ആ ക്യൂറേറ്റീവ്, ക്രിയേറ്റീവ് പർപ്പസസിന്, ഒരു കഴിവിന് ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വിടുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അവിടെയാണ് നമ്മുടെ ഈശ്വരീയത, ഉള്ളിലെ ഈശ്വരീയതയെ ഉണർത്തി കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിർഭാഗ്യങ്ങൾ, ഇതിലൊക്കെ കാര്യമായിട്ട് മാറ്റം വരുത്തുവാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ എംപവർമെൻറ്റ് സയൻസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വേരി ചെയ്യും, ഓരോ വ്യക്തിയിലും വേരി ചെയ്യും. നമ്മൾ ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ കുട്ടി എല്ലാ കുട്ടികളും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും. അതിൻ്റെ ഒരു ഗ്രേഡുണ്ട്, അല്ലേ? സ്കൂളിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എത്ര നന്നായിട്ടൊരു കുട്ടി പഠിച്ചാലും ആ കുട്ടിക്കൊരു ലിമിറ്റുണ്ട്, ലിമിറ്റ് വിച്ച് ഹി ഓർ ഷീ ക്യാൻ ഗോ. അതുപോലെ തന്നെയാണ് പ്രാർത്ഥന, പരിഹാരങ്ങൾ, ഓരോരുത്തരുടെയും വിശ്വാസം. അവിടെ വിശ്വാസമാണ് വരുന്നത്. കർമ്മഫലം അനുസരിച്ചിട്ടുള്ള അനുഭവങ്ങൾ വരുന്നതിൽ ഒരു കോമ്പൻസേഷൻ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം നമുക്ക് പരിഹാരങ്ങൾ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കുവാനോ ചില അവസരങ്ങളിൽ പൂർണ്ണമായിട്ട് മാറ്റുവാനോ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജ്യോതിഷമാണ് ഭാരതീയ ജ്യോതിഷം എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ ശാസ്ത്രമാണ്. അല്ലാണ്ട് വിധി ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥയല്ല. സൂചനകൾ ഇങ്ങനെയൊക്കെയാണ്. ആ സൂചനകളെ അതിജീവിക്കുവാനുള്ള ശക്തി പകരുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകൾ, പരിഹാര നിർദ്ദേശങ്ങൾ എന്ന് പ്രത്യേകിച്ചറിയാം. അത് നമ്മൾ എത്ര പണം ചിലവാക്കുന്നു എന്നുള്ളതിനല്ല അവിടെ പ്രസക്തി. നമ്മൾ എത്രത്തോളം സമർപ്പണത്തോടുകൂടി, എത്രത്തോളം ഭക്തിയോടുകൂടി, എത്രത്തോളം വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അത്രത്തോളം അത് നമുക്ക് പോസിറ്റീവായിട്ട് വന്നു ഭവിക്കും, അല്ലേ? ഭൗതിക ജീവിതത്തിൽ പോസിറ്റിവിറ്റിക്ക് ഇന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അത്യാവശ്യമാണ്. ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ പറയും, കുട്ടികളുടെ ആ കഴിവുകൾ വളർത്തുവാൻ ആദ്യം ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കോംപ്ലിമെൻ്റ് ഒരു കുട്ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ എത്ര
എത്ര മനോഹരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു താല്പര്യം കുട്ടിയിലുണ്ടാവും. അങ്ങനെ കുട്ടി അത് ഇമ്പ്രൂവ് ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് പ്രാർത്ഥനയിലും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇന്നർ പവർ, ഇന്നർ ക്യൂറേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് പവർ മെച്ചമാക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ പ്രാർത്ഥനയിലൂടെ, സമർപ്പണത്തിലൂടെ ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഇത് ഒരു പുതുവർഷ ഫലമാണ്, 2024 പുതുവർഷ ഫലമാണ് എന്നുള്ളതാണ്. 2024 മാന്യ പ്രേക്ഷകർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എല്ലാ വാരവും ഈ പ്രോഗ്രാം ഉണ്ടാവും, അത് വാരഫലമായിരിക്കും. ഇനി ദിവസഫലങ്ങൾ കൂടി ഉണ്ടാവും. ദിവസഫലങ്ങൾ, ഒരു ദിവസം ഒരു നക്ഷത്രം, ആ നക്ഷത്രം ആ ദിവസം പിറന്നാളായിട്ട് വരുന്നവർക്ക് എങ്ങനെയായിരിക്കും ആ വർഷം എന്നുള്ള പ്രോഗ്രാമും ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർഷിക ഫലം എന്ന 2024 27 നക്ഷത്രക്കാരുടെയും വാർഷിക ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഭാരതീയ ആചാരപ്രകാരമുള്ളത് ഇവിടെ നൽകുന്നുണ്ട്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, എന്നിട്ട് അത് അനുഷ്ഠിക്കുക, പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്ന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള ഫലസൂചനകൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ കുറയ്ക്കുവാനോ പൂർണ്ണമായിട്ട് നീക്കുവാനോ കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോവുക. 2024 സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. ഓം സർവൈശ്വര്യം ഭവന്തു. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. 2024 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും ഈ രാശിക്കാർക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയണം. വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ മാറ്റം വരിക എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള 2ാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ്. ധനം, വാക്ക്, കുടുംബ, വിദ്യാസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനപരമായിട്ട്, അതായത് ഇൻകം വൈസായിട്ട് മെച്ചമാകുവാനുള്ള യോഗമുണ്ട് ഈ വർഷം കഴിയുന്നതിന് മുൻപ്. 2ാം പകുതിയിലായിരിക്കും അത് കൂടുതൽ അനുഭവപ്പെടുക. 2024 2ാം പകുതിയിലായിരിക്കും അത് കൂടുതൽ അനുഭവപ്പെടുക. വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വരുമാനം വർദ്ധിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അത് നേരായിട്ടുള്ള മാർഗ്ഗങ്ങൾ, സത്യത്തിൻ്റെ മാർഗ്ഗത്തിലൂടെ എങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. വിദ്യാർത്ഥികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുക. അപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതിൻ്റെ വേണ്ട സപ്പോർട്ട് മാതാപിതാക്കൾ, അമ്മയും അച്ഛനും കൊടുക്കുക. അവർക്ക് അത്രത്തോളം അങ്ങോട്ട് അതിനുള്ള ഒരു എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിൽ വിടുക. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കഴിവുള്ളൊരു ട്യൂഷൻ സെൻറ്ററിലേക്ക് വിടുക. പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ ചില പരിമിതികളുണ്ട്. എങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്യണം, എങ്ങനെ എക്സാമിന് വേണ്ടി പഠിക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു കോച്ചിങ് സെൻറ്റർ കൂടി വിടുക എന്നുള്ളതാണ്. എങ്ങനെ ഒരു എക്സാം ഫേസ് ചെയ്യും, അതിനൊരു പേഴ്സണാലിറ്റി ബെറ്റർമെൻറ്റിൻ്റെ ചില ട്രെയിനിങ് കൂടി അത്യാവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ ട്രെയിൻഡായിട്ട് എക്സാംസൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പരീക്ഷകളിൽ വിജയവും, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയവും, ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ട് ഈ വർഷം. അതായത് ചെറിയൊരു വരുമാന മാർഗമെങ്കിലും ഉണ്ടാകുവാൻ ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വർഷം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ വിവാഹം നിശ്ചയിക്കുവാനോ നടക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. പ്രണയിക്കുന്നവർക്ക് ഈ വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ വിവാഹ ഭാഗ്യമുണ്ട്. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സ് വരുവാനോ, ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കുവാനോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് മുന്നോട്ട് വിപുലീകരിക്കുവാനുള്ള കഴിവ്, അതായത് ഒരു ബിസിനസ്സൊക്കെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യുന്നല്ലോ, അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാനും നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടെന്നറിയാം. ലാഭത്തിലല്ലാതിരുന്ന ബിസിനസ് ലാഭത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനകളോ ലാഭത്തിലേക്ക് എത്തുവാനോ ഉള്ള ഭാഗ്യം ഈ വർഷം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക് അത് അല്പം കുറയ്ക്കുവാനുള്ള ഒരു അവസരം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിൽ വ്യാഴം വരുന്നു. അപ്പോൾ നല്ല സമയമാണല്ലോ, ധാരാളം പണം വരും. അപ്പോൾ വലിയ ബാധ്യതയുള്ളവർക്ക് പെട്ടെന്ന് അങ്ങ് സമ്പന്നനാകും എന്നുള്ള സങ്കല്പമല്ല അവിടെ. അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള ഒരു അവസരമെങ്കിലും എവിടുന്നെങ്കിലും വരുന്നുള്ളതാണ്. പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. നമ്മൾ മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ആ കഴിവുകൾ ഫലപ്രാപ്തിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഈശ്വരാരാധന നടത്തുകയും
മാറുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ദൂരദേശത്തും വിദേശത്തുമൊക്കെ പോകാനുള്ള അവസരം, അവിടെ പഠിക്കാനുള്ളൊരു അവസരം, അപ്പോൾ എഡ്യൂക്കേഷണൽ ബെറ്റർമെൻറ്റ് കാണുന്നുണ്ട്. ജോലിയിലൊരു ബെറ്റർമെൻറ്റ്, ജോലിയിലൊരു മാറ്റം, ട്രാൻസ്ഫറോ അനുകൂലമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ലഭിക്കുവാനോ സാലറി അരിയേഴ്സ് ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പൊതുവെ അനുകൂല ഭാവങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ വൈകാരികമായി കോപസ്വഭാവമൊക്കെ നിയന്ത്രിക്കുകയും ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ ബെറ്ററാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു വർഷം കൂടിയാണ്. ഈ രാശിക്കാർക്ക് പൊതുവെ അല്പം ഒരു കോപസ്വഭാവമൊക്കെ വരാം, അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ശനിബന്ധം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമ്പൾസീവായിട്ടുള്ള ആക്ഷൻസ് ആൻഡ് കോൺവെർസേഷൻ, സംഭാഷണം, നമ്മൾ ചിന്തിക്കാതെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറയുന്ന ആ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിയന്ത്രിച്ചോളൂ. അത് വളരെ പ്രധാനമാണ്. ഇതിനാ സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ ഈ അനുകൂല ഭാവം പ്രകടമായിട്ട് ഏറിയിരിക്കുന്ന ഒരു വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. 12 രാഹുവൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ ആ ഒരു സൂചന രാഹുപ്രീതി കൂടി വരുത്തിക്കൊള്ളുക, പ്രയാസങ്ങൾ നീങ്ങും. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു വർഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഗണപതി പ്രീതി, തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവം ജപിക്കുക, അത് വളരെ പ്രധാനമാണ്. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം. ഇതങ്ങോട്ട് ജപിച്ചോളൂ, ഈ സ്തോത്രം അങ്ങോട്ട് ജപിച്ചോളൂ. ദിവസവും 2 പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ കേട്ടോ. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും സംശയം വേണ്ട. പിന്നെ രാശിയെ ഒന്ന് ബലപ്പെടുത്തുക. നമ്മുടെ ശരീരമായാലും മൂർത്തി കീർത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് രാശിനാഥനാരാണ്? ചൊവ്വ. അപ്പോൾ ചൊവ്വാപ്രീതി വരുത്തുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്തോളൂ, മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതമെടുത്തോളൂ. ദേവീക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തിക്കോളൂ, ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. അപ്പോൾ രാശിക്കൊരു ബലം വരും. നമ്മുടെ അനുകൂലമായിട്ടുള്ള സൂചനകളൊക്കെ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. അപ്പോൾ പൊതുവെ മെച്ചമായിട്ടുള്ള ഒരു വർഷം 2024 ആയിരിക്കും എന്ന് കാണുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രാർത്ഥനയോടുകൂടി സമർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക. 2024 കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അല്പം ഒരു മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ഈ രാശിയിൽ ജനിച്ചവർ ശനിപ്രീതിയാണ് അത്യാവശ്യം വരുത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ പറയും ഈ കണ്ടകശനി, 7 ശനി എന്നൊക്കെ പറയുമല്ലോ അല്ലേ, ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടകശനിയുടെ ഒരു ചെറിയ സ്വാധീനം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ദോഷകരമായിട്ടുള്ള ഒരു വർഷമാണെന്നുള്ളതല്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട വർഷമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് 2024 എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും വ്യാഴൻ 12, 6, 8 സ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ പൊതുവെ ആചാര്യന്മാർ പറയാറുണ്ട്, ദൈവാധീനം അല്പം ഒന്ന് കുറവാണ് കേട്ടോ, അത് ജന്മത്തിലേക്ക് വന്നാലും അത്ര നല്ലതല്ലല്ലോ എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ദൈവാധീനം വർദ്ധിപ്പിക്കുക. ദൈവാധീനം ഉണ്ടെങ്കിൽ എന്താ സാധ്യമാകാത്ത? എന്ത് വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ നമ്മൾ എത്രത്തോളം സമർപ്പണം ഉണ്ടാകുന്നുവോ 2024 അത്രത്തോളം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ചൊവ്വാരാശിയിൽ നിന്നും വ്യാഴൻ ശുക്രൻ്റെ രാശിയിലേക്ക് വരുന്നത് ഒരു നേട്ടമാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷമാണ് എന്നുള്ള കാര്യം അറിയുക. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ ഒരു കാരകൻ കൂടിയാണ്. അപ്പോൾ വ്യാഴൻ്റെ ആ
രാശി മാറ്റം എന്ന് പറയുന്നത് അല്പം ഒരു അനുകൂല ഭാവം ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ അനുകൂലമായിട്ടുള്ള ആ ഭാവം ഒന്ന് ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീക്കുവാൻ കഴിയും. ഈ വർഷം 2024 അവിചാരിതമായിട്ട് ചെറിയ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടാകാം. അപ്പോൾ അതങ്ങോട്ട് നീക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ചൊവ്വാദോഷം അങ്ങനെ രാഹുദോഷം ഒക്കെയുള്ള ജാതകങ്ങളിൽ മാത്രമേ ഈ തടസ്സം വരികയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിയുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഗുണം? ശിവപ്രീതി, പാർവതീപ്രീതി വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹാദേവൻ്റെ പ്രീതി വരുത്തുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുക. തിങ്കളാഴ്ചകളിൽ പ്രത്യേകിച്ചും അവിടെ ഒരു 2 മുഹൂർത്തകാലം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന്, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റാണ്, ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിച്ചോളൂ. ഓം നമഃ ശിവായ, ഒരു 108 പ്രാവശ്യം അവിടെ നിന്ന് ജപിച്ചോളൂ. ചിലരൊക്കെ പറയാറുണ്ട് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഓം നമഃശിവായൊക്കെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചൊല്ലുന്നത്? അതൊക്കെ നമുക്കറിയാമല്ലോ. അതൊന്നും ചൊല്ലി സമയം കളയേണ്ട കാര്യമില്ല പ്രോഗ്രാമിൽ. പക്ഷെ അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചൊല്ലുക എന്നുള്ളതല്ലേ, എങ്ങനെ ചൊല്ലുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. പലരും ജപിക്കുന്നത് നമുക്ക് കേൾക്കാം, ഓം നമഃശിവായ ഓം നമഃശിവായ. നമ്മളത് വളരെ സാവധാനം, വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ രൂപധ്യാനം, മനസ്സുകൊണ്ട് മഹാദേവനെ കണ്ടുകൊണ്ട് വേണം ജപിക്കാൻ. ഹരേ രാമ ചൊല്ലുന്ന കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടിയല്ല, ആ സമർപ്പണത്തിൽ നിന്ന് വരുന്ന സൗന്ദര്യത്തിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യം അറിയാം. ഹരേ രാമ എങ്ങനെ ജപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ വിവാഹ കാര്യങ്ങളിലെ തടസ്സം നീക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി വരുന്നത് സാമ്പത്തികമായിട്ട് കഴിഞ്ഞ ഈ 12 വ്യാഴൻ ജന്മത്തിലേക്ക് വരുമ്പോൾ, 12 വ്യാഴൻ പലർക്കും ബാധ്യതകൾ, കടമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന, ലോണൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാലമായിരുന്നു. അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, ഒന്ന് നിയന്ത്രിച്ചോളുക. ഒരു കണ്ണ് വേണമെന്നാണ് പറയാറ്. അതായത് ചിലവിൽ എന്താ ഒരു കണ്ണ് വേണം? ധനലക്ഷ്മി കയ്യിൽ നിന്ന് അധികം അങ്ങോട്ട് പുറത്തേക്ക് പോകാണ്ട് ശ്രദ്ധിക്കണം. അതായത് ആഡംബരം കുറച്ചുള്ളൂ, അത്രയേ ഉള്ളൂ. ആഡംബരം ഒന്ന് കുറയ്ക്കുക, ആ ചിലവിലൊക്കെ ഒരു നിയന്ത്രണം. ആരെങ്കിലും നമ്മളെ കളിപ്പിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ, ലാൻഡ് ട്രാൻസാക്ഷനൊക്കെ വരുമ്പോൾ, വസ്തു വിൽക്കുക വാങ്ങുക ഒക്കെ വരുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ആരെങ്കിലും നമ്മളെ കളിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് കയ്യിൽ നിന്ന് പണം പോകാതെ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ എന്തിനാ, അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചോളൂ എന്നുള്ളതാണ്. അങ്ങനെ മഹാദേവ പ്രീതി കൊണ്ട്, പാർവതി പ്രീതി കൊണ്ട് ഇടവം രാശിക്കാർക്ക് വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുറയുകയോ പൂർണ്ണമായിട്ടും നീങ്ങുകയോ ചെയ്യും എന്ന് മാത്രമല്ല, മംഗളകർമ്മങ്ങൾ വന്നു ചേരുകയും ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിയുന്നതും ഒന്ന് നിയന്ത്രിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഭാഗ്യം, ജാതകത്തിൽ ഭാഗ്യമുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. പക്ഷെ പൊതുവേ ഈ രാശിക്കാർക്ക്, അതായത് ഒരു 70% പേർക്കും അത്രത്തോളം അങ്ങോട്ട് ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കി പുതിയ പാർട്ട്നേഴ്സ്, ലോണ്, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു ബിസിനസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് ഇക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രാർത്ഥന കൊണ്ട് ധനലക്ഷ്മിയുടെ ആ ഒരു സാന്നിധ്യം വന്നെത്താനായിട്ട് മഹാലക്ഷ്മി സ്തോത്രം ദിവസവും ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുക, അത് ഏറ്റവും പ്രധാനമാണ്. അന്നപൂർണേശ്വരി ഏറ്റവും പ്രധാനം. നല്ല സമ്പന്നമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യം കഴിച്ച് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അന്നപൂർണേശ്വരി സ്തോത്രമാണ് ജപിക്കേണ്ടത്. വെള്ളിയാഴ്ചകളിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. അങ്ങനെ 2024 ഇടവം രാശിക്കാർക്ക് പ്രാർത്ഥന കൊണ്ട്, സമർപ്പണം കൊണ്ട് പൂർണ്ണമായും അനുകൂല ഭാവത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെയാണ്. കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിയും ഈ വ്രതം എടുത്തുകൊണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അങ്ങനെ നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ളൊരു സാഹചര്യവും ഈ പ്രാർത്ഥന കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം.
സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളോടുകൂടി 2024 ആരംഭിക്കുവാനുള്ള ഒരു യോഗമുണ്ട്. പഴയ കടം, ബാധ്യത ഇവയൊക്കെ ഉള്ളവർക്ക് അതല്പം കുറയ്ക്കുവാനെങ്കിലും കഴിയുന്ന ഒരു വർഷമാണ് 2024. 2023 അവസാനം മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വരുമാന കൂടുതൽ കൊണ്ട് തൽക്കാലമുള്ള കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായിട്ട് നിർവഹിക്കുവാനും പഴയ ബാധ്യതകൾ ഒന്ന് കുറയ്ക്കുവാനായിട്ടുള്ള പ്ലാനിങ്ങും അല്ലെങ്കിൽ കുറയ്ക്കുവാനും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാനും കഴിയുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ബിസിനസ്സിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വന്നു ചേരാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരു വർഷമായിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയൊക്കെ ലാഭത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്നാൽ പ്രാർത്ഥന അത്യാവശ്യമാണെന്നുള്ള കാര്യവും അറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാൻ ഏറെ യോഗമുള്ള വർഷമാണ് 2024. അതും 2023 സെക്കൻഡ് ഹാഫ് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വിവാഹ കാര്യങ്ങൾ വളരെ കാലമായിട്ടൊക്കെ ഈ വിവാഹം തടസ്സപ്പെടുന്നവരുണ്ടല്ലോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഹാൻസം ആയിരിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അക്കാഡമിക്കലി വെൽ ക്വാളിഫൈഡ് ആയിരിക്കും, നല്ല ഫാമിലി ആയിരിക്കും. എന്നിട്ടും എന്താ ഈ യോജിച്ച രീതിയിലും അങ്ങനെ ആരെങ്കിലും അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് യോജിച്ച രീതിയിലുള്ളൊരു പ്രപ്പോസൽ എന്താ വരാത്തത് എന്നൊക്കെ ഓർത്തങ്ങനെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇനി അത് വന്നാലോ ജാതകം ഒട്ട് ചെയ്യില്ല, അത് മറ്റെന്തെങ്കിലും കാര്യം ചേരാതെ വരിക, അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് പരസ്പരം അങ്ങോട്ട് യോജിക്കാൻ പറ്റാണ്ട് വരിക. അപ്പോൾ അങ്ങനെ വിവാഹം നടക്കണമെന്നില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് 2023 അവസാനം മുതൽ ഒന്ന് മെച്ചമായി. 2024 ആദ്യ ഭാഗത്ത് തന്നെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് ജാതകത്തിൽ ബേസിക് ഹോറോസ്കോപ്പിൽ അടിസ്ഥാന ജാതകത്തിൽ 7ലോ 8ലോ പാപനൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് 8 പ്രധാനമാണ്. പാപനുണ്ടെങ്കിൽ ആ പാപപരിഹാരാർത്ഥം ഉള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ 7 രാഹു ഉണ്ടെങ്കിൽ സർപ്പപ്രീതി വരുത്തിക്കോളൂ. നാഗരാജ ക്ഷേത്ര ദർശനം, ഉദാഹരണത്തിന് മണ്ണാറശാല ദർശനം നടത്തുക. നാഗരാജാവ്, നാഗചാമുണ്ടി, നാഗയക്ഷി ഈ പ്രതിഷ്ഠകളുണ്ട്. ആ കാര്യം മനസ്സിൽ സർപ്പരാജാവിനെയും വണങ്ങി അവിടെ പട്ടൊക്കെ സമർപ്പിച്ച് നാഗരൂപം സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിവാഹം നടത്തി തരയണമേ എന്നുള്ള സങ്കല്പത്തോടുകൂടി മണ്ണാറശാലയിൽ ഒരു 5 മുഹൂർത്തകാലം പ്രാർത്ഥിച്ചോളൂ. ഒരു മുഹൂർത്തകാലം 48 മിനിറ്റാണ്. പ്രാർത്ഥിച്ചോളൂ. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. ഇതിപ്പോൾ 7 രാഹുള്ള കുട്ടികളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സർപ്പപ്രീതി വരുത്തുന്നതുകൊണ്ട് നാഗരാജാവിൻ്റെ, നാഗയക്ഷിയുടെ, നാഗചാമുണ്ടിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കുവാൻ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. നാഗരാജ പ്രീതി കൊണ്ട് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ, സന്തതിഭാവത്തിന് കുട്ടികൾ ഉണ്ടാകുന്നതിൽ തടസ്സം, ഫിസിക്കലി നോർമലായിരിക്കാം പക്ഷേ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു അവസ്ഥ, അങ്ങനെയുള്ളവർക്കും ഈ സർപ്പപ്രീതി കൊണ്ട് അനുകൂല ഭാവം വന്നു ചേരും എന്നുള്ള കാര്യം അറിയാം. പ്രണയമൊക്കെ വിവാഹത്തിലെത്തുവാനുള്ള യോഗം ഫസ്റ്റ് ഹാഫിൽ തന്നെ കാണുന്നുണ്ട് 2024. അപ്പോൾ ബിസിനസ് മെച്ചമാകും. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്കോ അവർക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും ഹയർ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ് 2024. അപ്പോൾ ഈ വർഷം നേട്ടങ്ങൾ വരാൻ, വിദ്യാഭ്യാസത്തിലും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനും, MNC പ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ തന്നെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, മാനേജ്മെൻറ്റ് കോഴ്സസിനൊക്കെ അഡ്മിഷൻ, അതിൽ PG ചെയ്യാനുള്ള അവസരം, ഈ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ PhD കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ വന്നു ചേരാൻ യോഗമുള്ള വർഷം തന്നെയാണ് 2024 എന്ന് പ്രത്യേകിച്ചറിയുക. അവിടെയൊക്കെ ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ബുധന് അത്രയും അങ്ങോട്ട് ശക്തിയില്ല ജാതകത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ബുധപ്രീതി വരുത്തുക, അവതാര വിഷ്ണു പ്രീതി വരുത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക. എന്താണ് അവതാര വിഷ്ണു പ്രീതി? ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ശ്രീരാമ സ്വാമി ക്ഷേത്ര ദർശനം, വരാഹമൂർത്തി ക്ഷേത്ര ദർശനം. പ്രത്യേകിച്ച് പറയാറുണ്ട് ജോലിക്കാര്യങ്ങളിൽ വരാഹമൂർത്തിയെ നമ്മൾ വണങ്ങുക എന്നുള്ളതാണ്. വരാഹമൂർത്തിയെ വണങ്ങുന്നത് കൊണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അവതാര വിഷ്ണുവിനെ വണങ്ങി മുന്നോട്ട് പോയിക്കോളൂ. ജോലിയിൽ ഉയർച്ച വരാം, പ്രൊമോഷൻ, സാലറി ഏരിയസൊക്കെ ലഭിക്കാം. അതുകൂടാണ്ട് ജോലി കിട്ടുന്നതിൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ തടസ്സം വന്നിരുന്നവർക്ക് ആ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഇവിടെ പരിഹാരം പറഞ്ഞു കഴിഞ്ഞു. നേട്ടങ്ങൾ വന്നു ചേരുന്ന വർഷം തന്നെയാണ് 2024. അതിലെ തടസ്സങ്ങൾ നീക്കുവാനാണ് പറഞ്ഞത്. മറ്റു പല രാശിക്കാർക്കും അങ്ങനെയല്ല.
സമയാനുകൂലമല്ല. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ, ചില തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ്. അതിലെ തടസ്സങ്ങൾ നീക്കുവാനാണ് ഇവിടെ പരിഹാരങ്ങൾ പറഞ്ഞത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എല്ലാ കാര്യങ്ങളും നല്ല സമയമാണെങ്കിലും ചീത്ത സമയമാണെങ്കിലും നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. അതിൽ നല്ല സമയമാണെങ്കിൽ വരുന്ന തടസ്സം എളുപ്പം നമ്മുടെ ഒരു സങ്കല്പം കൊണ്ട്, നമ്മുടെ ഒരു സമർപ്പണം കൊണ്ട്, നമ്മുടെ ഒരു ശ്രമം കൊണ്ട്, ഈശ്വരാധീനം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുമെങ്കിൽ, നമുക്ക് അത്ര നല്ല സമയമല്ല എന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള പ്രാർത്ഥന വേണം. ഇതിപ്പോൾ എളുപ്പം കാര്യങ്ങൾ തീരുമാനത്തിലെത്തുവാനുള്ള ഭാഗ്യമുള്ള വർഷമാണ് 2024 എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. നേട്ടങ്ങളുടെ സൂചനയൊക്കെ വ്യക്തമായി കാണുന്നുണ്ട്. പ്രായമായവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാൻ സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർക്ക്, അതായത് കുട്ടികൾക്കും ദൂരദേശത്തും വിദേശത്തും ഒക്കെ ജോലി വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ പൊതുവേ കുടുംബാന്തരീക്ഷത്തിൽ ഒരു മെച്ചമായിട്ടുള്ള ഒരു സന്തോഷവും സുഖവും ഒക്കെ ലഭിക്കുവാൻ പലരും, കുടുംബത്തിൽ തന്നെ പലരും ഒരു അകൽച്ചയുടെ ഒരു വഴിയിലേക്ക് പോയവർ, ജീവിത പങ്കാളിയാകാം, അകൽച്ചയുടെ വഴിയിലേക്ക് പോയവർക്ക് ഒരു കോംപ്രമൈസിനും സാധ്യതയുള്ള വർഷമാണ്, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമാകും. രണ്ടിലേതെങ്കിലും ഒന്ന് ഈ വർഷം വന്നു ചേരുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബജീവിതം സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ചെന്നെത്തുവാനും ഒക്കെയുള്ള ഭാഗ്യം 2024 കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. അപ്പോൾ നേരത്തെ അവതാര വിഷ്ണുവിൻ്റെ പ്രാർത്ഥന പറഞ്ഞു. പിന്നെ വളരെയധികം തടസ്സങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് എങ്കിൽ അവതാര വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ഒരു സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. വിഷ്ണു പഞ്ചായുധ സ്തോത്രം എന്ന് പറയും. മഹാവിഷ്ണുവിന് 5 ആയുധങ്ങളുണ്ട്. അപ്പോൾ ആ 5 ആയുധങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്യേ. സുദർശന ചക്രത്തെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് വിഘ്നങ്ങളെല്ലാം സുദർശന ചക്രം അങ്ങോട്ട് മാറ്റിത്തരട്ടെ എന്നുള്ള സങ്കല്പത്തോടുകൂടി മുന്നോട്ട് പോവുക. 2024 തീർച്ചയായിട്ടും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. എന്നാൽ 2024 സെക്കൻഡ് ഹാഫ് മധ്യമമായിരിക്കും. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ മെയ് ജൂൺ മുതലുള്ള കാലം ഒന്ന് ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥനകൾ ഒന്ന് കൂടുതലാകണം, ഇൻറ്റൻസിഫൈ ചെയ്യണം എന്ന് പറയും. അപ്പോഴേക്കും 2ാം ഭാഗവും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് പോകും. 2ാം ഭാഗത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ 2024 2ാം ഭാഗത്തിൽ ആരോഗ്യ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങി 2024 സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. 2024 വളരെ പ്രകടമായിട്ട് ശുഭ സൂചനകൾ ലഭിക്കുവാൻ യോഗമുള്ള ഒരു വർഷമാണ് എന്നാദ്യം അറിയാം. പ്രത്യേകിച്ച് മെയ് ജൂൺ മാസം മുതലായിരിക്കും അനുകൂല ഫലങ്ങൾ വന്നു തുടങ്ങുക. 2024 ആദ്യം മുതൽ തന്നെ ചില അനുകൂല ഫലസൂചനകളൊക്കെ കിട്ടുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ 2024 2ാം ഭാഗത്തിൽ, പ്രത്യേകിച്ച് 2024 അവസാന മാസങ്ങളിലായിരിക്കും പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ള കാര്യം അറിയാം. ആദ്യം വിദ്യാർത്ഥികളുടെ കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനം വേണ്ട രീതിയിൽ പൂർത്തിയാക്കുവാൻ കഴിയും. ഒരു കംപ്ലീഷൻ ഓഫ് അക്കാഡമിക്സ് എന്ന് പറയുന്ന അതിന് പോസിബിലിറ്റി ഉണ്ട്. പേപ്പേഴ്സൊക്കെ അറിയേഴ്സ് ആയിരുന്ന പ്രൊഫഷണൽസിന്, എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സിന്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അതൊക്കെ അങ്ങോട്ട് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ, കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. അടുത്ത കാര്യം പ്രണയമാണ്. നമ്മൾ വിദ്യാർത്ഥികളുടെ ഇത് വരുമ്പോഴേക്കും ജോലിയുമായി കഴിഞ്ഞു. ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. 2024 2ാം ഭാഗത്തിലായിരിക്കും നല്ല ജോലി ലഭിക്കുക, ഉയർച്ച വരിക. ഇതൊക്കെ സൂചനയിലുണ്ട്. അപ്പോൾ പിന്നീട് വരുന്ന എന്താണ്? നമ്മുടെ പ്രണയം, വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രണയിക്കുവാൻ ഭാഗ്യമുള്ള വർഷമാണ്. പ്രത്യേകിച്ച് 2ാം ഭാഗത്തിൽ മെയ് ജൂൺ 2024 മുതലായിരിക്കും കാര്യങ്ങൾക്കും വിവാഹത്തിനും അനുയോജ്യമായിട്ടുള്ള സമയം. വളരെ കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സം ആവർത്തിച്ച് വന്നിരുന്നവർക്ക് തടസ്സങ്ങൾ കുറയുന്ന വർഷം തന്നെയാണ് 2024. പ്രത്യേകിച്ച് അവരുടെ തടസ്സങ്ങൾ നീങ്ങി വിവാഹത്തിലെത്തിക്കുവാനായിട്ട് 2024 2ാം ഭാഗം, അതായത് ജൂൺ ടു ഡിസംബർ കാലമാണ് അതിന് കൂടുതൽ ഭാഗ്യമുള്ളത് എന്നുള്ള കാര്യം അറിയുക. ബിസിനസ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ പണച്ചെലവ് അങ്ങോട്ട്
അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ വർഷം അല്പം മെച്ചമായിട്ടുള്ള രീതിയിലേക്ക് ചിലവ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എങ്കിൽ തന്നെയും വരുമാനം വർദ്ധിക്കുവാനും അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആത്മവിശ്വാസം വരുവാനും ശുഭാപ്തി വിശ്വാസം ഏറിയിരിക്കുവാനും ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ബിസിനസ്സിൽ മുന്നോട്ട് പോകുവാനും ചില റിസ്ക്കൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ചില വിജയങ്ങൾ എത്തിച്ചേരുവാനും പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ 2024 സെക്കൻഡ് ഹാഫിൽ അവസാന മാസങ്ങളിൽ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആ രീതിയിൽ പ്രാർത്ഥനയോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. പ്രാർത്ഥനയുടെ കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ സാധ്യത, സാലറി അരിയേഴ്സ്, അവിചാരിതമായിട്ട് അവിടുന്ന് ഇവിടുന്നും ഒക്കെ അല്പമെങ്കിലും പണം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇത് പറയുമ്പോൾ ഒരു ഫൈൻ മോർണിംഗ് പണമൊക്കെ കിട്ടി അങ്ങ് വലിയ റിച്ച് ആകും എന്നുള്ള അർത്ഥമല്ല. ദേശം, കാലം, പ്രായം, സ്ഥാനം എന്നാണ് പണ്ട് ആൾക്കാർ പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്. വരുന്ന ആളുടെ സ്ഥാനം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മെച്ചം ഉണ്ടാകുന്നത്. ഇപ്പോൾ 15% മാർക്സ് 15 മാർക്ക് 100 കിട്ടുന്ന ഒരു കുട്ടിക്ക് അത് 95 കിട്ടില്ല. നമ്മൾ നല്ല സമയമാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലുണ്ടല്ലോ. നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള റൈസേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ പൊതുവെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം 2024 കാണുന്നുണ്ട്. വർഷം കഴിയുന്നതിന് മുൻപ് ബിസിനസ്, വിവാഹം, വിദ്യാഭ്യാസം, ജോലി ഇവയുടെ കാര്യം പറഞ്ഞു. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, യാത്ര എൻജോയ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും സാധ്യമാകുന്ന വർഷമാണ് 2024. പ്രാർത്ഥനയോടുകൂടി അതിനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഈ രാശിയിൽ, കർക്കിടകം രാശിയിൽ ജനിച്ചവരെന്താ ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന വളരെ ലളിതമാണ്. രാശിനാഥൻ ചന്ദ്രനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സന്ധ്യകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക, ചന്ദ്രൻ ഉദിച്ച ശേഷം ദേവീക്ഷേത്ര ദർശനം നടത്തുക, പൗർണമിക്ക് ദേവീക്ഷേത്ര ദർശനം, പൂർണ്ണ ചന്ദ്രൻ്റെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക. മഹാക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, ആറ്റുകാല് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ വളരെ വിശേഷമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് ഒരു മുല്ലപ്പൂ, ഒരു പിച്ചിപ്പൂ, ചെമ്പകത്തിൻ്റെ ഒരു പുഷ്പം അവിടെ സമർപ്പിക്കുക, പ്രാർത്ഥിച്ചോളൂ. എന്താഗ്രഹമുണ്ടെന്നുള്ള പ്രാർത്ഥിച്ചോളൂ, അത് ലഭിക്കും ഈ വർഷം. അതിൻ്റെ സൂചനകളെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നറിയുക. ഇത്രയും കാലം മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു വർഷമാണ് 2024 എന്ന് വെച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം അങ്ങോട്ട് ആഗ്രഹിക്കുന്ന എല്ലാം അങ്ങോട്ട് സാധിച്ചു കിട്ടുന്നുള്ളതല്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിരുന്ന സാധ്യമാകുന്ന വർഷമാണ്. ഈ സാമ്പത്തികമായിട്ട് കൂടുതൽ ബാധ്യതയിലെത്തിയവരൊക്കെ എപ്പോഴും പറയുന്ന കാര്യം ഉണ്ടാവും, 24 ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നേ. അതൊരു നിരാശയിലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലും വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക. എല്ലാ വർഷവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും പോലും ഒരുപോലെയല്ല. അതാണ് പ്രത്യേകിച്ച് അറിയേണ്ടത്. അപ്പോൾ 2024 കാര്യങ്ങൾ നേട്ടങ്ങളിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കുവാൻ, അത് ഗെയിംസിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട്. പ്രാർത്ഥന വളരെ പ്രധാനം. രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് തിങ്കളാഴ്ചകളിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ ശുഭമാണ്. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ചെറുപ്പക്കാരൊക്കെ സ്വയംവര പുഷ്പാഞ്ജലി തിങ്കളാഴ്ചകളിൽ അല്ലെങ്കിൽ പൗർണമി ദിവസം നടത്തിക്കോളൂ. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ജോലി, സ്ഥാനമാനാദികളൊക്കെ വന്നു ചേരുന്ന വർഷം തന്നെയാണ്. ആഡംബരങ്ങൾ, പുതിയ മൊബൈലോ പുതിയ 2 വീലറോ അല്ലെങ്കിൽ പുതിയ കാറോ ഒക്കെ വാങ്ങുവാനും വിദേശയാത്ര അല്ലെങ്കിൽ ടൂറ്, പിക്നിക് ഇവയ്ക്കും ഏറെ സാധ്യതയുള്ള വർഷമായിരിക്കും 2024. പൊതുവേ ഒരു അനുകൂല ഭാവം വരുന്നുവെങ്കിലും അഷ്ടമശനിയെ നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അതുകൊണ്ട് അഷ്ടമശനി കാലത്ത് പൊതുവെ ശരീരത്തെ അത് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ ശരീരം ഒന്ന് ശ്രദ്ധിച്ചോളൂ, അത്രയേ ഉള്ളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരാണ്ടും വീഴ്ചാമുറിവ് വരാണ്ടും ശ്രദ്ധിക്കേണ്ട വർഷമാണ് 2024. അതിന് മഹാദേവ പ്രീതി വരുത്തിയാൽ മതി. ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ആത്മാർത്ഥമായിട്ട് ശ്രീബലി ശിവേലി സമയത്ത് ഭഗവാനെ തൊഴുതോളൂ. ഓം നമ ശിവായ ജപം സഹിതം. ഓം നമ ശിവായ. അത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നൊരു 108 പ്രാവശ്യം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. 2024 വർഷത്തിൻ്റെ ആദ്യ ഭാഗം പൊതുവെ സാമ്പത്തികമായി അല്പം ഒന്ന് മെച്ചപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
വലിയ കടമൊന്നും ഇല്ലാത്തവർക്ക്, വലിയ ബാധ്യത, അതായത് ലോണ് അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് 2024 മധ്യത്തോടുകൂടി സാമ്പത്തികമായി അല്പം ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥ പ്രതീക്ഷിക്കുക. അതായത് ഒരു ആത്മവിശ്വാസത്തോടു കൂടി, അല്പം സന്തോഷത്തോടു കൂടി, ചെറിയ ആഡംബരങ്ങളും ഒക്കെ, ലക്ഷറി ഐറ്റംസ്, മൊബൈൽ, വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു പുതിയത് വാങ്ങുക, അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം വാങ്ങുക, വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ വാഹനമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പണം വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, ചിലവാക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ് 2024. പ്രത്യേകിച്ച് 2024 ആദ്യ ഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് എന്നുള്ള കാര്യം അറിയുക. പറഞ്ഞു കഴിഞ്ഞു. ബാധ്യതയില്ലാത്തവർക്ക്, കടമില്ലാത്തവർക്ക്, ഇപ്പോൾ കടമൊക്കെ ഉണ്ടെങ്കിലോ, വലിയ കടം, വലിയ ലോൺ, റീപേയ്മെൻറ്റിനൊക്കെ വളരെയധികം കഴിഞ്ഞ കാലത്ത് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടിലൊക്കെ അല്പം ഒരു കുറവുണ്ടാവും. റീപേയ്മെൻറ്റിലുള്ള പണമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഭഗവാൻ എല്ലാം ഒരു നിവൃത്തി ഉണ്ടാക്കി തരുന്നുള്ളതാണ്. സമർപ്പണം ഉണ്ടെങ്കിൽ ഭഗവാൻ എല്ലാത്തിനും ഒരു നിവൃത്തി ഉണ്ടാക്കി തരുന്നൊരു വർഷമാണ്. കാരണം വ്യാഴൻ പൊതുവെ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദൈവാധീനമുള്ള സമയമാണ്. അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുക എന്ന് പറയുന്നതിന് എവിടുന്നെങ്കിലുമൊക്കെ പണമൊക്കെ വന്ന് നമുക്കൊരു ആശ്വാസം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്. പ്രൊഫഷണൽ കോഴ്സസ്, എൻജിനീയറിംഗ്, മെഡിക്കൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ, കോഴ്സ് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും, കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ലൊരു ജോലി, MNC പ്ലേസ്മെൻറ്റ്, വിദേശത്തെ ജോലി ഒക്കെ തരപ്പെടുവാനും ഭാഗ്യമുള്ളൊരു വർഷാരംഭമായിരിക്കും എന്നുള്ളതാണ്. അതൊരു ജൂൺ വരെയുള്ള കാലമൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുമെന്നുള്ള കാര്യം അറിയാം. ബിസിനസ്സിന് ചെറിയൊരു വിപുലീകരണം, ഒരു ഡൈവേഴ്സിഫിക്കേഷനോ അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു അവസരം കിട്ടും. അതിന് ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണെന്നും അറിയാം. പൊതുവേ മനസ്സിനൊരു ഉന്മേഷം, ഒരു ഓപ്റ്റിമിസം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. അത് പ്രത്യേകിച്ച് വലിയ ബാധ്യതയൊന്നും ഇല്ലാത്തവർക്ക് എന്തിനും അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഉള്ളൊരു താല്പര്യം വരും. ആ എനർജി വിച്ച് വാസ് ലോസ്റ്റ് ഇൻ ദ പാസ്റ്റ്, അത് യു വിൽ ബി ഏബിൾ ടു റീഗെയിൻ ആൻഡ് മാർച്ച് ഫോർവേഡ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതുകൊണ്ട് കുടുംബത്തിലാകെ ഒരു ഉന്മേഷം, ഒരു പ്രകടമാകും അങ്ങനെ ഈ വർഷം എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം. വിവാഹ കാര്യങ്ങളിലും ഈ വർഷാദ്യം തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ 7ാം ഭാവാധിപൻ 6ലും അറിയാതെ 7ാം ഭാവത്തിന് ബലമില്ലാത്ത ചില ജാതകങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അവർക്ക് അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കണ്ടകശനി കാലത്തൊക്കെ അത്തരത്തിലുള്ള തടസ്സങ്ങൾ വരും എന്നുള്ളതാണ്. ആ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. പ്രശസ്തമായിട്ടുള്ള ശ്ലോകം അങ്ങോട്ട് ജപിക്കുക. മനസ്സുകൊണ്ട് ശനി ഭഗവാനെ, ധർമ്മശാസ്താവിനെ സങ്കല്പിച്ച് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ചില സമാനാഭം പറയാറുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ജപിക്കുക. എത്ര പ്രാവശ്യം ജപിക്കാമോ അത്രയും അങ്ങോട്ട് ജപിക്കുക. ഈ വർഷം വളരെ കംഫർട്ടബിളായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. പൊതുവേ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനും, സാമ്പത്തികമായി മെച്ചപ്പെടുവാനും, ജോലി വരുമാന മാർഗം വരുവാനും, കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കുറയുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിലും ഒരു തീരുമാനമാകും. എന്നാൽ ഈ വർഷത്തിൻ്റെ 2ാം ഭാഗം, അതായത് ഒരു ജൂൺ മുതൽ 6 മാസം, പ്രത്യേകിച്ച് വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ അധിക പണച്ചെലവ് വരാം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനം റൈഡിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായമായവർ സ്വന്താരോഗ്യ കാര്യങ്ങളിൽ ഈ കാലം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ചെയ്യേണ്ട കാര്യം ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. തദോ യുദ്ധ പരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം രാവണം ചാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം ദേവതൈശ്ച സമാഗമ്യ ദൃഷ്ടുമഭ്യാഗതോരണം ഉപാഗമ്യാബ്രവീദ്രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി. ഈ സ്തോത്രം അങ്ങോട്ട് ജപിച്ചോളൂ കേട്ടോ. എല്ലാ പ്രയാസങ്ങളും മാറ്റി കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഓം ഓം
കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വർഷത്തിൻ്റെ രണ്ടാം ഭാഗം മെയ് ജൂൺ മാസം മുതൽ 2024 കൂടുതൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഈ കാലമായിരിക്കണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 2024 സെക്കൻഡ് ഹാഫിൽ ആരംഭിച്ചോളൂ. ഒരു ജൂണൊക്കെ ആവട്ടെ കേട്ടോ. ചിങ്ങമാസമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പുതിയ ബിസിനസ് ആരംഭിക്കാം, അത് വിജയത്തിലെത്തിക്കുവാൻ കഴിയും. പഴയ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, വലിയ ലോണോ തിരിച്ച് റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു ബാധ്യതയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടും സെക്കൻഡ് ഹാഫ് സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്, MNC പ്ലേസ്മെൻ്റൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ നമ്മൾ ഒരു ബെറ്റർ പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു നല്ലൊരു കമ്പനിയിൽ, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനിയിൽ, MNC എന്ന് പറയുന്നത് തന്നെ ഗ്ലോബലാണ്, അതിൽ തന്നെ ഗ്രേഡിംഗ് ഉണ്ടല്ലോ, ടോപ്പ് 4 കമ്പനീസ് ഉണ്ട്, അതിലൊക്കെ എൻട്രി വരുവാനും ഭാഗ്യമുള്ളൊരു കാലം ജൂൺ ഒരു മാസം മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ അതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി വെൻ യു ഹാവ് എൻ എംപ്ലോയ്മെൻറ്റ് അതിനെക്കുറിച്ചൊരു പ്ലാനിങ്, അലേർട്ടായിരിക്കണം. എവിടെയാണ് വേക്കൻസിക്ക് ചാൻസ് ഉള്ളത്, എൻട്രിക്ക് ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. സെക്കൻഡ് ഹാഫിൽ വീട് പണി ഒക്കെ ആരംഭിക്കാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ വസ്തുവൊക്കെ ആരംഭിക്കാൻ, അതിനൊരു ലൈസൻസൊക്കെ ലഭിക്കുവാൻ, ഹൗസ് കൺസ്ട്രക്ഷന്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഏറെ കാണുന്ന ഒരു വർഷമാണ് 2024 എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന മധ്യമമായിരിക്കും. ഒരു ടെൻഷനാൽ ചെറിയ ടെൻഷനും കാര്യങ്ങളിലൊക്കെ തടസ്സവും, അതുകൊണ്ടൊരു ഊർജ്ജസ്വലത കുറവും ഒക്കെ വരാം. ഇപ്പം എന്താ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതെന്ന് 2024 ആദ്യ ഭാഗമൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷെ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട വർഷമാണ് 2024. ജൂൺ മുതൽ, ഒരു മെയ് ജൂൺ മുതൽ അത് ക്രമേണ നന്നായി തുടങ്ങും. വർഷം കഴിയുന്നതിന് മുമ്പ് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ചില പ്രത്യേക പ്രാർത്ഥനകളൊക്കെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വ്യാഴൻ്റെ ഒരു പ്രയാസം ആദ്യ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വ്യാഴപ്രീതി വരുത്തുക, വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശനി ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതാണ്. അതുകൂടാണ്ട് ധർമ്മശാസ്താവിനെ വണങ്ങുക ശനിയാഴ്ചകളിൽ, അവിടെ നീരാജനം കഴിപ്പിച്ചോളൂ. അഗതിക്ക് ആർക്കെങ്കിലും അന്നദാനം കൊടുക്കുക. എള്ളുണ്ട ശനിപ്രീതികരമായിട്ടുള്ളൊരു വഴിപാടാണ്. മധുരമുള്ള എള്ളുണ്ട ദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേക്കും നമുക്ക് ശുഭകർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ നമ്മുടെ കർമ്മ ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും. അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ശുഭകർമ്മങ്ങളുടെ ഫലം വരുന്നതുകൊണ്ട് നമ്മുടെ കർമ്മദോഷങ്ങളുടെ ഫലങ്ങൾ അത്രത്തോളം അങ്ങോട്ട് അനുഭവേദ്യമായിട്ട് തോന്നുകയില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വിദ്യാർത്ഥികൾ ഈ വർഷം കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചേരാത്ത, സാംസ്കാരികമായി അങ്ങോട്ട് ചേരാത്ത വ്യക്തികളുമായിട്ട് കൂട്ടുകെട്ടിനുള്ളൊരു സാധ്യതയുണ്ട്. പ്രണയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എ റോങ് ചോയ്സ് ഓൾസോ. അതുകൊണ്ട് പ്രണയമൊന്നും തൽക്കാലം വേണ്ട. കൂട്ടുകെട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, ചെറിയ വീഴ്ച, മുറിവൊക്കെ സാധ്യതയുള്ള വർഷമാണ് 2024 എന്നുള്ളതുകൊണ്ട് ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരം പ്രത്യേകിച്ചും പ്രായമായവർ ഒഴിവാക്കേണ്ടതാണ്. ദൂരയാത്രയൊക്കെ ആകാം, എന്നാൽ അതിലൊക്കെ ഒരു കൺട്രോൾ വേണം, ഒരു പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞോളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകാരികമായിട്ട് ടെൻഷൻസ് ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2024 എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ടെൻഷൻസ്, അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, പിന്നെ വാഹനം റൈഡ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കൂട്ടുകെട്ട്, പ്രണയം ഇതിനത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല എന്ന് പറഞ്ഞു 2024. അപ്പോൾ അതിനൊക്കെ എന്താ ഇപ്പോൾ പരിഹാരം? രാഹു കേതു തൃപ്തി, അതാണ് അത്യാവശ്യം. അപ്പം അതിനെന്താ ഇപ്പോൾ ചെയ്യുക? നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുവിന് ശനിയാഴ്ചയും കേതുവിന് ചൊവ്വാഴ്ചയും പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അപ്പോൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളുക. രാഹുവിൻ്റെയും ശനിയുടെയും സ്തോത്രം ജപിക്കുക. അതുകൂടാണ്ട് എന്ത് ചെയ്യാം? നാഗപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്താം. ആയില്യത്തിന് വ്രതമെടുത്ത് അടുത്ത ക്ഷേത്രത്തിലെ നാഗരാജാവിനെ വണങ്ങിക്കോളൂ. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. നാഗർക്ക് 100 പാലും നൽകുന്നതും വളരെ നല്ലതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. മഞ്ഞൾപ്പൊടിയും പാലും ഒക്കെ അവിടെ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ജപമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗായത്രി, നാഗരാജായ വിദ്മഹേ
എന്നുള്ള ആ ഗായത്രി ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ശൈവമായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ശിവൻ്റെ സ്തോത്രം ജപിച്ചോളൂ. ശിവൻ്റെ ശിവാഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു സ്തോത്രമുണ്ട്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. ആ നാഗരാജാവ് അങ്ങനെ ശിരസിലുള്ള ആ മഹാദേവൻ്റെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് ജപിക്കാനായിട്ട്. ഫലപ്രാപ്തി ഉറപ്പാണ്. സകല പ്രയാസങ്ങളും ഈ പ്രാർത്ഥന കൊണ്ട് നീങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, വീഴ്ച, മുറിവ്, പിന്നെ മനസ്സിനെ മഥിക്കുന്ന ചില വികാരപരമായിട്ടുള്ള പ്രയാസങ്ങളുകൊണ്ട് പഠനം തടസ്സപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മനസ്സിന് സമാധാനവും സന്തോഷവും, കുടുംബത്തിൽ പൊതുവെ ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ വളരെ സ്മൂത്തായിട്ട് പോകാനുമുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ ചില കോഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു നിയന്ത്രണത്തിൻ്റെയൊക്കെ വേണ്ട ഒരു കാലമാണ് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ഐശ്വര്യങ്ങളും 2024 വരുവാനായിട്ട് ഈ പ്രാർത്ഥന സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ചോളൂ. ഐശ്വര്യം വരും, സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പല പ്രയാസങ്ങൾക്കും കുറവ് ഏറെ അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് 2024. 2023 അവസാന മാസങ്ങൾ പല പല തടസ്സങ്ങളും നീങ്ങുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വരുമാന ഒരു സോഴ്സ് ഉണ്ടല്ലോ, ഇൻകത്തിൻ്റെ ഒരു സോഴ്സ്, വരുമാന സ്രോതസ് എന്ന് പറയുന്ന, അതിനൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്ന കാലമായിരുന്നു 2021, 2022 അതിൽ നിന്നൊക്കെ ഒരു കുറവോ ശമനമോ ഒക്കെ 2023 അവസാനം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 2024 ആദ്യ ഭാഗത്ത് അതങ്ങോട്ട് കൾമിനേറ്റ് ചെയ്യും. അതങ്ങോട്ട് വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വന്നു ചേരും. അതായത് വരുമാനം വർദ്ധിക്കുവാനും പഴയ ബാധ്യതകളൊക്കെ, കടമൊക്കെ കുറയ്ക്കാനും, ലോണൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വർഷം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക, കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹകാര്യത്തിനാണ്. 2024 ആദ്യ ഭാഗം വളരെ നല്ലതാണ്. ലഗ്നത്തിലെ അങ്ങോട്ട് ബലപ്പെടുത്തിക്കൊണ്ട് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. ദൈവാധീനം 7ഉമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ഐശ്വര്യം വരാനുള്ള ആ ഒരു ഭാഗ്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് 7ൽ സഞ്ചരിക്കുന്ന ആ കാലം നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. 7ാം ഭാവത്തിന് ബലക്കുറവുണ്ടെങ്കിൽ 7ാം ഭാവനാഥൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ശനിയാണെങ്കിൽ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, 7ൽ കേതു നിൽക്കുകയാണെങ്കിൽ കേതുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, കേതു സ്തോത്രം ജപിക്കുക, ചൊവ്വാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കേതുവിന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ഇതൊക്കെ അനുഷ്ഠിച്ചോളൂ. കാര്യങ്ങളൊക്കെ അനുകൂല ഭാവത്തിൽ കൊണ്ടുചെന്നെത്തിക്കുവാൻ ഈ വഴിപാടുകൾ, പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു വിവാഹ ജീവിതവും പ്രണയം വിവാഹത്തിലെത്തുവാനും ബിസിനസ് അല്പമൊന്ന് മെച്ചപ്പെടുത്തുവാനുമൊക്കെ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം, 2024 ആദ്യ ഭാഗം കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ മനസ്സിന് തൃപ്തികരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ 2024 ആദ്യ ഭാഗത്ത് കഴിയും എന്ന് മാത്രമല്ല, ബിസിനസ്സിലൊരു എക്സ്പാൻഡ് ചെയ്യാനോ, അപ്പോൾ അതൊരു റിജുവനേഷൻ, ഒരു യുവത്വമൊക്കെ നൽകി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു ഓപ്റ്റിമിസവും ഡ്രൈവും വരുന്ന ഒരു വർഷമായിരിക്കും 2024. അപ്പോൾ പൊതുവെ അനുകൂല ഭാവങ്ങൾ കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. രാശിനാഥനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്ത് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് ഒക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് 2024 എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവെ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കണം എന്ന് മാത്രം. അങ്ങനെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങും. പൊതുവെ ഒരു അനുകൂല സൂചന കാണുന്നതുകൊണ്ട് ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ്. ഗണപതിക്കൊരു നാളികേരം തിങ്കളാഴ്ചകളിൽ നിവേദിച്ചോളുക. തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും. ആ ഗണപതി വിഘ്നേശ്വര ഭാവത്തിൽ വന്ന് നമ്മുടെ തടസ്സങ്ങൾ മാറ്റിത്തരും. അപ്പോൾ സന്തോഷിക്കാനുള്ള വക 2024 ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക.
വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട്, ഒരുപക്ഷെ ഒരു വർഷത്തോളമായിട്ട്, 6 മാസം പ്രത്യേകിച്ചും, കാര്യങ്ങളിലെല്ലാം ഒരു തടസ്സം, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്തൊരു അവസ്ഥ, പിന്നെ അധിക പണച്ചെലവ്, വരുമാനത്തിൽ ചെറിയൊരു തടസ്സം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങും. പ്രത്യേകിച്ച് മെയ് ജൂൺ മാസം മുതൽ 2024 വർഷത്തിൻ്റെ ആദ്യ ഭാഗം ഇതുപോലൊരു സ്ലോനെസ് ഒക്കെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ സൂചന തന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരണം എന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു 2023 സെക്കൻഡ് ഹാഫ്. അത് തന്നെ 2024 ആദ്യ ഭാഗത്തും തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് 2024. കാരണം മെയ് ജൂൺ മാസം മുതൽ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഉണ്ട്. അപ്പോൾ ആ ഫലസൂചനകളുള്ള കാര്യം ആ ഒരു കാലം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമല്ലോ. മനുഷ്യൻ നമ്മൾ ഉപയോഗിച്ചാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് നല്ല സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലല്ലോ. എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പഠിക്കണം എന്ന് പറയുന്ന പോലെ നല്ല സമയം വരുമ്പോൾ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ജോലിയൊക്കെ ചിലപ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ജോലി സ്ഥാനത്ത് പ്രയാസം വന്ന് ജോലി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ജോലിയിൽ ചില സെറ്റ് ബാക്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് 2024, പ്രത്യേകിച്ച് മെയ് ജൂൺ മാസം മുതൽ. അപ്പോൾ മെയ് ജൂൺ മാസം മുതൽ ഓരോ മാസവും മുന്നോട്ട് പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു തുടങ്ങും. 2024 കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം. വിവാഹകാര്യങ്ങളിൽ സെക്കൻഡ് ഹാഫ് അനുകൂലമായിരിക്കും. വിവാഹം നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പ്രണയം വിവാഹത്തിലെത്തിക്കുവാനും കഴിയുന്ന ഒരു വർഷമായിരിക്കും 2024. വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയും സെക്കൻഡ് ഹാഫിൽ. മാത്രമല്ല അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോബ് പ്ലേസ്മെൻറ്റിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. വിദേശ യാത്ര, വിദേശധനം ഒക്കെ യോഗമുള്ളവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും 2024 സെക്കൻഡ് ഹാഫാണ് നല്ലത് എന്നറിയാം. എന്ത് പ്രോജക്റ്റും പുതിയതായി ആരംഭിക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 2024 സെക്കൻഡ് ഹാഫ് മുതൽ ശ്രമിച്ചോളൂ. ഈ വർഷത്തിൻ്റെ മെയ് ജൂൺ കാലം മുതൽ ശ്രമിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങി അതൊക്കെ അനുകൂല ഭാവത്തിൽ വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പ്രണയം വിവാഹത്തിലെത്തുവാനും ഈ സെക്കൻഡ് ഹാഫിൽ യോഗം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഈ രാശിയിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭദ്രകാളി പ്രീതി വരുത്തുക. രാശിയെ ഒന്ന് ബലപ്പെടുത്തണമല്ലോ. വൃശ്ചികം രാശിയെ ഒന്ന് ബലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഭദ്രകാളി പ്രീതി, പ്രത്യേകിച്ച് ചാമുണ്ടേശ്വരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അത് നിർബന്ധമാണ്. ചൊവ്വാഴ്ചകളിൽ അവിടെ ദർശനം നടത്തിക്കോളൂ. ചാമുണ്ടേശ്വരി സ്തോത്രം മനസ്സുകൊണ്ട് ജപിച്ചോളൂ. ചാമുണ്ടേശ്വരി കൂടെ ഉണ്ടാകും. എല്ലാ തടസ്സങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും ഒരു തുണയായിട്ട് ചാമുണ്ടേശ്വരി ദേവി കൂടെ ഉണ്ടാവും. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവുകയും ചെയ്യുമെന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. ഈ പ്രാർത്ഥന മുടക്കമില്ല, ഒരു ദിവസം പോലും ബ്രേക്ക് പാടില്ല പ്രാർത്ഥനയ്ക്ക്. ആ ജപം പൂർണ്ണതയോടുകൂടി, കേതു സ്തോത്രം കൂടി ജപിച്ചോളൂ. പൂർണ്ണതയോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും വന്നു ചേരും. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. 2024 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണെന്ന് ആദ്യം അറിയുക. ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുവാൻ സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ട് ആ രീതിയിലാണ് ഈ വർഷത്തെ സമീപിക്കേണ്ടത് എന്നും പ്രത്യേകിച്ചറിയാം. 2023 അവസാനം മുതൽ ക്രമേണ ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ വന്നു ചേർന്നിട്ടുണ്ടാകാമെങ്കിലും വർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കാര്യമായിട്ടുള്ള പുരോഗതി എന്ന് ഉദ്ദേശിക്കുന്ന അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ദൃശ്യമായിട്ടുണ്ടാവില്ല. വാട്ട് ദേ റിയലി ഡിസേർവ്ഡ് പ്രോബബ്ലി മൈറ്റ് നോട്ട് ഹാവ് കം ടു ദം കഴിഞ്ഞ വർഷങ്ങളായിട്ട്. കാരണം 7 ശനിയും വ്യാഴൻ ദുസ്ഥാനത്തും ഇങ്ങനെ പല പല പ്രയാസങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. 23 സെക്കൻഡ് ഹാഫ് മുതൽ ക്രമേണ അത് അനുകൂലമായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എങ്കിൽ 2023 ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ക്രമേണ ഒരു പ്രോഗ്രസ് ദൃശ്യമായിട്ടുണ്ടാകും. അത് വളരെ പ്രകടമായിട്ട് 2024 പ്രതിഫലിക്കും എന്നുള്ളതാണ്. 2024 ഫസ്റ്റ് ഹാഫിൽ ഗെയിൻസ് പ്രതീക്ഷിക്കാം. അതായത് വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും അത് മനസ്സിൽ നമ്മൾ ചില സങ്കല്പങ്ങളുണ്ടല്ലോ, നമ്മൾ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾ, അതൊക്കെ വെറും സ്വപ്നമാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പെസിമിസ്റ്റുകൾ പറയുമെങ്കിലും പലർക്കും പല സമയത്തും
അവരാഗ്രഹിക്കുന്ന ഏതാണ്ടൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു കാലമാണിത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക, പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. യോജിക്കുന്ന ജീവിത പങ്കാളി ലഭിക്കുമെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ. 60% നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, 50%, 70% നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിക്കുന്ന, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ടല്ലോ. അത് എത്രത്തോളം നമുക്ക് മാക്സിമൈസ് ചെയ്യാമോ അത്രത്തോളം നമുക്ക് യോജിക്കുന്ന ഒരു പങ്കാളിയെ കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് ഈ വർഷം ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് വളരെ വൈകിയാണ് ഇപ്പോൾ വിവാഹ കാര്യത്തിൽ ഏജ് ഫാക്ടർ വളരെ വൈകിയിട്ടുണ്ടെങ്കിൽ, അതായത് ചില കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ 28ഉം 30ഉം 32ഉം ഒക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് വിവാഹം നടക്കണില്ല. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗേൾസ് ആർ വെരി എഡ്യൂക്കേറ്റഡ്. അവർ മാക്സിമം ഡിലേ ചെയ്ത് ടിൽ ദേ ഗെറ്റ് എ വെരി ഗുഡ് എംപ്ലോയ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ഗേൾസിൻ്റെ ഒരു സമീപനം തന്നെ അങ്ങനെയാണ്. അത് വളരെ ശരിയുമാണ്. ബിക്കോസ് യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ലെഗ്സ് എന്നുള്ളതാണ്. അത് സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തി ആയതിനു ശേഷം വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അവർക്കൊക്കെ കുറച്ച് ലേറ്റ് ആയാലും ഇപ്പോൾ ഈ 2024 വിവാഹത്തിൻ്റെ ഒരു കാലമാണ്. അതിനു വേണ്ടി ശ്രമിച്ചോളൂ. അപ്പോൾ കുറേ കാലമായിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നിരിക്കും. അപ്പോൾ അതൊന്ന് റീജുവനേറ്റ് ചെയ്യണം. വിവാഹത്തിൻ്റെ ആ ഒരു എഫേർട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ്. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് തലേ ദിവസം മുതലേ ഉപേക്ഷിച്ച് നാമജപവുമായിട്ട് മുന്നോട്ട് പോവുക. ശിവപാർവതി സ്തോത്രം ജപിക്കാം. ദിവസവും ശിവപാർവതി സ്തോത്രം ജപിച്ച് നമ്മൾ തിങ്കളാഴ്ച വ്രതം ഞായറാഴ്ച മുതലേ ശക്തമായിട്ടുള്ള ജപം ശിവപാർവതി സ്തോത്രം ഒരു 18 പ്രാവശ്യം ജപിക്കുക. തിങ്കളാഴ്ചകളിൽ അതൊരു 54 പ്രാവശ്യം ജപിക്കുക. എന്നിട്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കഴിയുമെങ്കിൽ 9 പ്രാവശ്യം ജപിക്കുക. ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുക. യോജിച്ച വിവാഹബന്ധം തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൂടാതെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അത് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ശ്രമം കൊണ്ട്. ഇല്ലെങ്കിൽ അതിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുവാൻ പറ്റിയൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും 2024 ക്രമേണ ആസ് മന്ത്സ് അഡ്വാൻസ് നമ്മൾ പറയാറില്ലേ, മാസങ്ങൾ മുന്നോട്ട് പോകും തോറും മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുറച്ചൊരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കുവാനോ, പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, നല്ല സമയമൊക്കെ പറഞ്ഞിട്ട് എനിക്കെപ്പോഴും കടമാണ്. അത് കടം വരുത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത്, അതൊന്ന് കുറയ്ക്കാനെങ്കിലും കഴിയും നല്ല സമയം വരുമ്പോൾ. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതാണ് വലിയ ബാധ്യത വരുത്തി വെച്ചിട്ടുള്ളവർക്ക് നല്ല വ്യാഴനിപ്പോൾ 11 വരുന്നില്ല, വ്യാഴൻ 5 വരുന്നു, ഉടനെ കടമൊക്കെ തീർന്നിട്ട് ധാരാളം സമ്പാദ്യം വരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നേട്ടങ്ങൾ വരാൻ ഭാഗ്യമുള്ളൊരു വർഷമാണ്. അത് പഠിത്തത്തിൽ തന്നെ അവർക്കൊരു ഓറിയൻറ്റേഷനും പ്ലാനിങ്ങും വരും. എക്സാംസിലൊക്കെ ഒരു സക്സസ്ഫുള്ളായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം വരും. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനും നല്ലൊരു പ്ലേസ്മെൻറ്റ് ലഭിക്കുവാനും ഭാഗ്യമുണ്ട്. കല, സിനിമ, TV അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പ്രോഗ്രസ് ദൃശ്യമാകും. അവർക്ക് അവാർഡ്, റെക്കഗ്നിഷനൊക്കെ വരാൻ ഭാഗ്യമുണ്ട്. സന്തോഷകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ, പ്രണയിക്കാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗഹൃദം വരാൻ, മനസ്സിന് തൃപ്തി ഉണ്ടാക്കുന്ന ഒരു സൗഹൃദം വരാം. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കാൻ ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ബിസിനസ്സൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇതിനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് 2024 ഫസ്റ്റ് ഹാഫ് ടിൽ മെയ് ജൂൺ. അപ്പോൾ ആ കാലത്തൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ എഫേർട്ട് എടുക്കുകയും വേണം. എവിടെയൊക്കെ വേക്കൻസീസ് അറൈസ് ചെയ്യുന്നുണ്ട് നോക്കി നമ്മൾ MNC പ്ലേസ്മെൻറ്റ് ലഭിക്കാം. ഇപ്പോൾ ഓൾറെഡി ഇഫ് യു ഹാവ് എൻ MNC പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അത് അവെയിൽ ചെയ്യുക. ഇൻ്റർവ്യൂസും കോമ്പറ്റേറ്റീവ് എക്സാംസും ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യമുണ്ട്. ആഡംബര ലക്ഷറി ഐറ്റംസ്, പുതിയ മൊബൈലോ എന്തെങ്കിലും ടെക്നോളജിക്കൽ ഗാഡ്ജറ്റൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കോസ്റ്റ്ലി പ്രസൻസ് ഒക്കെ ലഭിക്കുവാനും, ദൂരയാത്ര, പിക്നിക്ക്, ഫോറിൻ ട്രാവലിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും പറ്റിയൊരു സമയമാണ്. എന്നാൽ ജൂൺ മുതലുള്ള കാലം ഒരു 6 മാസം ആവറേജ് പീരീഡ്. ഗെയിൻസൊക്കെ ഉണ്ടാവും ആ പീരീഡും, പക്ഷേ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ വലിയ പ്രോജക്ട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് കുറച്ചൊക്കെ ഒരു തടസ്സമൊക്കെ വരാനുള്ള സാധ്യത സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ 2024 നേട്ടങ്ങളുടെ ഒരു സൂചന, ഗെയിൻസിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് തന്നെയാണ്. അത് വേണ്ട രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. വിജയം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഗണപതി പ്രീതി വരുത്തുക എന്നുള്ളതാണ്. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. കഴിയുമെങ്കിൽ ഒരു 24 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഗണേശ സ്തോത്രം അടുത്ത ക്ഷേത്രത്തിൽ, കഴിയുന്നതും ദിവസവും.
തിങ്കളാഴ്ചകളിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്ന് ഗണേശ സ്തോത്രം ജപിച്ചോളൂ. ഒരു മുഹൂർത്തകാലമാണ് ഈ 48 മിനിറ്റ്. വിജയം ഉറപ്പാണ്. ജീവിതത്തിൽ ഈ 2024 മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് വന്നു ചേരാനും കാര്യങ്ങളൊക്കെ ഗെയിംസിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുവാനും പറ്റുന്ന ഒരു കാലമാണ്. അത് പ്ലാനറ്ററി ഇൻഡിക്കേഷൻസ് മാത്രമാണ്. ജാതകം തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പ്ലാനറ്ററി ഇൻഡിക്കേഷൻസ് വളരെ ഫേവറബിളാണ് 2024, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് വിൽ ബി ജസ്റ്റ് ആവറേജ്. പ്രാർത്ഥനകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം വളരെ വളരെ സ്മൂത്തായിട്ട് പോകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കാരണം വ്യാഴൻ്റെ അനുകൂല സ്ഥാനം 6ലേക്ക് മറിയും. അത് സാരമില്ല. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ ആണ് ഏറ്റവും നല്ലത്. മാത്രമല്ല വിഷ്ണു പഞ്ചായുധ സ്തോത്രവും ജപിക്കാം. സ്ഫുരൽ സഹസ്രാരശിഖാതിതീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്യേ. സുദർശന ചക്രത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ചോളൂ. ഭഗവാൻ ചക്രസഹിതനായിട്ട് എല്ലാ പ്രയാസങ്ങളും വിഘ്നങ്ങളും മാറ്റിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് 2024 പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഗെയിംസും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി, ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല മാറ്റങ്ങളും വരുവാൻ ഭാഗ്യമുള്ളൊരു വർഷമാണ്. പ്രത്യേകിച്ച് 2024 സെക്കൻഡ് ഹാഫ് മുതൽ, ഏപ്രിൽ മെയ് മുതൽ, അല്ലെങ്കിൽ മെയ് ജൂൺ മുതൽ ക്രമേണ, ഏപ്രിൽ മെയ് മുതൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരും. മെയ് ജൂൺ കുറച്ചുകൂടെ ഒന്ന് മെച്ചമാകും. ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ 2024 ഈ മകരം രാശിക്കാർക്ക് നേട്ടങ്ങൾ, ഏതാണ്ട് ഗെയിംസിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് അവസരം വന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു നല്ല കോഴ്സിന് അഡ്മിഷൻ IIT-യിൽ ഇപ്പോൾ കിട്ടി. IIT-യിൽ കിട്ടി, ഭാഗ്യം കൊണ്ട് കിട്ടി. IIT നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ. ആ സമയത്ത് IIT കിട്ടി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി പിന്നെ അങ്ങോട്ട് പഠിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ IIT നമുക്ക് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM-ൽ നമുക്ക് അഡ്മിഷൻ. ഇത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ സമർപ്പണ മനോഭാവത്തോടെ വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് മകരം രാശിക്കാർക്ക് 2024 സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് മെയ് ജൂൺ മുതൽ ഒരു പ്രോഗ്രസിൻ്റെ കാലമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. വിവാഹ കാര്യങ്ങൾക്കും കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന അഡ്വേഴ്സ് പീരീഡ് മാറുകയാണ്. വിവാഹം ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണ്ട രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിക്കാം. ബിസിനസ് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ കഴിഞ്ഞ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അവസാനം നിമിഷം ഒരു തടസ്സം, അതൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു മെയ് ജൂൺ മുതൽ ക്രമേണ പോസിറ്റീവ് ഇൻഡിക്കേഷൻസ് വരും. നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, ഒരു ഹൈ പൊസിഷനിലുള്ള ഒരാളുടെ പരിചയം ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അത് നമുക്ക് ഫേവറബിളായിട്ട് വരും. അപ്പോൾ അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ മോശമായിട്ടുള്ള സമയത്ത് ആ ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർ വിചാരിച്ചാലും ഒന്നും നടക്കില്ല ആ സമയത്ത്. ഇപ്പോൾ അങ്ങനെയല്ല, തിങ്സ് ആർ ബെറ്റർ. 2024 സെക്കൻഡ് ഹാഫ് മുതൽ കൺസ്ട്രക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാലമാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു നല്ല അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ്, ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ പ്രൊമോഷൻ സാധ്യത, പൊതുവെ MNC-യിലൊക്കെ ജോലി ചെയ്യാനും ഡോക്ടേഴ്സിനൊക്കെ നല്ലൊരു പ്ലേസ്മെൻറ്റ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഫോറിൻ പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കാനും, PG എൻട്രൻസ് ഒക്കെ എഴുതുന്നവർക്ക് അതിൽ വിജയിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ട ഒരു കാലമാണ്. പ്രോഫിറ്റിലല്ലാണ്ടിരുന്ന ബിസിനസ്സൊക്കെ പ്രോഫിറ്റിലാകാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ ലോസിലായിരുന്നതിൽ ഒരു പ്രോഗ്രസ് കാണും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി പ്രകടമാകുമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പക്ഷേ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ക്യൂറേറ്റീവായിട്ടുള്ള അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുവാൻ കഴിയുന്ന വർഷമാണ് 2024 പ്രത്യേകിച്ചറിയാം. അപ്പോൾ ഇവർ അത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശനിപ്രീതി വരുത്തുക, ധർമ്മശാസ്ത്ര പ്രീതി വരുത്തുക എന്നുള്ളതാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം ശനിയാഴ്ചകളിൽ നടത്തുക വ്രതശുദ്ധിയോടുകൂടി. വ്രതശുദ്ധി പ്രധാനമാണ്. എന്നിട്ട് അഗതിക്ക് ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തിക്കൊള്ളൂ. അന്നദാനവും വളരെ പ്രധാനമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നീലപ്പട്ട് സമർപ്പിക്കുക. അത് കഴിയുന്നവർ ചെയ്താൽ മതി. നാമജപം ധാരാളം മതി.
ധർമ്മശാസ്ത്ര സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ ശനി ഭഗവാനാണ്. ശനി ഭഗവാൻ എല്ലാ പ്രയാസങ്ങളും നീക്കി കാര്യങ്ങൾ നേരായ വഴി കാണിച്ചു തരും എന്നുള്ളതാണ്. അങ്ങനെ ആ വഴിയിലൂടെയുള്ള യാത്ര കൊണ്ട് 2024 നമുക്കെല്ലാവരും പോസിറ്റീവ് ഗെയിൻസിൻ്റെ ഒരു കാലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഈ കാലം വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഈ വർഷാവസാനം ഒരു പോസിറ്റിവിറ്റി മനസ്സിൽ അങ്ങേയറ്റം ഉണ്ടാവും. ഇനിയുള്ള വർഷം കൂടുതൽ നന്നായിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലോടുകൂടി ഈ വർഷം 2024 സെക്കൻഡ് ഹാഫ് മുന്നോട്ട് പോകും. വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ ഒബ്സർവബിളായിട്ടുള്ള ഗെയിൻസ് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ പറഞ്ഞ പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് ജപം, ധർമ്മശാസ്ത്ര സ്തോത്രം മുടങ്ങാതെ ജപിക്കുക, എല്ലാ വിജയങ്ങളും ലൈഫിനകത്തുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. 2024 പൊതുവെ എങ്ങനെയായിരിക്കും, ആ 2024 എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകളാണ്. പൊതുവെ ജ്യോതിഷികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, 7.5 ശനിയിൽ ജന്മശനി കാലമാണ്. വ്യാഴൻ പൊതുവെ അത്ര അനുകൂല ഭാവത്തിലല്ല എന്നൊക്കെ പറയും. അത് 3-ൽ നിന്ന് 4-ലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വർഷമാണ് 2024 എന്നൊക്കെ പൊതുവെ എല്ലാ പ്രോഗ്രാംസിലും കാണുന്നുണ്ടാകും. 2024 ബേസിക് ഹൊറോസ്കോപ്പ് ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശ അപഹാരങ്ങൾ ആണ് എങ്കിലും, ഉദാഹരണത്തിന് ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരം, ചന്ദ്രൻ്റെ അപഹാരം, മറ്റേത് ദശയായാലും ശനിദശയിലായാലും അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എങ്കിൽ 2024 നേട്ടങ്ങളോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതായത് ഗെയിൻസോടുകൂടി തന്നെ കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകാനുള്ള യോഗം തന്നെയുണ്ട്. ഇനി ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശയും അപഹാരവും അല്ല എന്നുണ്ടെങ്കിൽ പരിഹാരങ്ങൾ കൊണ്ട്, നമ്മൾ സമർപ്പണ മനോഭാവത്തോടെയുള്ള പരിഹാരങ്ങൾ കൊണ്ടും നമ്മളൊരു റെസ്ട്രെയിൻറ്റ്, ഒരു സ്വയം നിയന്ത്രണം പാലിക്കുന്നത് കൊണ്ടും ഒരു പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ 2024 മുന്നോട്ട് പോകും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്ന് മാത്രമല്ല ചന്ദ്രലഗ്നാധിപൻ തന്നെയാണ് ശനി എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അപ്പോൾ ലഗ്നത്തിനൊരു ബലം വരികയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന എന്ത് കാര്യങ്ങളിലും ടെൻഷൻ ഉണ്ടാകുമെങ്കിൽ തന്നെയും അത് വളരെ പിന്നീട് സ്മൂത്തായിട്ട് തന്നെ അങ്ങോട്ട് പൊക്കോളും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എല്ലാത്തിലും ഒരു തടസ്സമോ ടെൻഷനോ ഒക്കെ വരാം. എന്നാൽ ആ ടെൻഷനൊക്കെ അങ്ങോട്ട് അലിഞ്ഞങ്ങ് പൊക്കോളും എന്നുള്ളതാണ്. സമർപ്പണ മനോഭാവത്തോടെയുള്ള ഒരു പ്രാർത്ഥന മാത്രമേ അത്യാവശ്യമായിട്ടുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പൊതുവെ കുംഭരാശിക്കാർ ഈ കുടത്തിലെ വിളക്ക് പോലെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഉള്ളിലുള്ള ആ വിളക്ക്, ഈശ്വര ചൈതന്യം അറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് 2024 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2024 കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ഇപ്പോൾ റിസ്കി ആയിട്ടുള്ള ഷെയർ ട്രേഡിങ്, അങ്ങനെയുള്ള ബിസിനസ്, ലാൻഡ് ട്രാൻസാക്ഷൻ്റെ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതായത് വെറുതെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടത്തിൽ പെടാം. എന്ന് മാത്രമല്ല, നമ്മളൊരു MNCയിൽ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോജക്റ്റിലേക്കാണോ ജമ്പ് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോജക്റ്റാണെങ്കിൽ ചിലപ്പോൾ ക്ലോഷർ വരും MNCയിൽ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി, സർവീസ് കണ്ടീഷൻസും ഒക്കെ നോക്കി വളരെ ഇൻ്റലിജൻ്റായിട്ട് ആചാര്യസ്ഥാനീയർ, കാരണവസ്ഥാനീയർ എന്നൊക്കെ പറയും, അത് എക്സ്പീരിയൻസ് ഉള്ളവർ, ആ ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കമ്പനി ചേഞ്ച് പാടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ്സിൽ ഒരു ചേഞ്ച്, അതായത് പുതിയൊരു ഫീൽഡിലേക്ക് ഇറങ്ങുക, അത് തൽക്കാലം വേണ്ട. അത് പുതിയൊരു പാർട്ട്ണറിനെ സ്വീകരിക്കുക, അതും തൽക്കാലം വേണ്ട എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ബിസിനസ് ഇതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിൽ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാത്തിലും ഒരു നിയന്ത്രണം, കൺട്രോളുമാണ്. വിദ്യാർത്ഥികളാണ്, ഈ രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിനൊരു ക്ഷീണമൊക്കെ വരാം. എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതിൽ നിന്നൊരു ക്ഷീണം. ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കൊരു ക്ഷീണവും ഒക്കെ വരിക. മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കോൺസെൻട്രേറ്റഡ് വർക്ക് പോസിബിൾ അല്ലാത്ത അവസ്ഥ വരും. പ്രത്യേകിച്ച് ഒരു ഫ്രഷ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തവർക്ക് സംശയം വരും, കോഴ്സ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇതെന്താ അങ്ങോട്ട് നിർത്തിയാൽ എന്താ എന്നൊക്കെ തോന്നുന്ന ഒരു കാലമാണ്. അവിടെയും സ്വയം നിയന്ത്രണമാണ് അത്യാവശ്യം. കുടുംബത്തിൽ
കലഹം വരാതെ ശ്രദ്ധിക്കണം. അതാണ് മറ്റു. അവിടെ ഒരു റിസ്ട്രെയിൻ്റ് വേണം. സംസാരിക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒരു നിയന്ത്രണം വേണം. എപ്പോഴും പറയാറുണ്ട് ഇവിടെ, നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ ചില സാഹചര്യം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പറയുന്നതല്ലേ, അല്ലാണ്ട് സ്നേഹക്കുറവുകൊണ്ടാണോ? അല്ല, എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ വെറുതെ റെസ്പോണ്ട് ചെയ്യുക. ആദ്യം ഒന്ന് മനസ്സിൽ ഒരു നിമിഷം, അത് 10 സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക. ശ്രീരാമ ഭഗവാനെ ചിന്തിക്കുക, മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ ചിന്തിക്കുക. മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കുക, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ മറുപടി പറയാം. മനസ്സുകൊണ്ട് പറഞ്ഞതിന് ശേഷം, അതായത് ഒരു 10 സെക്കൻഡ് നമ്മളൊരു പോസ് കൊടുക്കുക. പോസ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഒരു വഴക്കം ഉണ്ടാവില്ല, എല്ലാം സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ ആ ഗ്യാപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രതികരിക്കുമ്പോൾ പ്രതികരണമല്ല വേണ്ടത്, റെസ്പോൺസാണ് വേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വൈകാരികമായിട്ട് അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കുക. അതുപോലെ ഓഫീസിലായാലും കൊളീഗ്സിൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള, അവർ ക്ഷണിച്ചാൽ പോലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ വർഷം മുന്നോട്ട് പോകുന്നവർ സാമ്പത്തികമായിട്ട് അല്പം നേട്ടങ്ങൾ, വർഷം കഴിയുന്നതിന് മുമ്പ് ചെറിയ അല്പം ഒരു അനുകൂലമായിട്ടുള്ള സൂചനകൾ കണ്ടു തുടങ്ങുന്നുള്ളതാണ്. ആ സൂചനകൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് 2024 സ്മൂത്തായിട്ട് പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. 2023 ഇതുപോലെ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. ഒരു കാര്യവും അങ്ങോട്ട് നടക്കണില്ല, എല്ലാത്തിനകത്തും ഒരു തടസ്സം. ആ തടസ്സമൊക്കെ 2024 ഒന്ന് കുറയും, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഒന്ന് കുറയും എന്നുള്ളതിൽ, അതായത് 2024 അവസാന മാസങ്ങളിൽ ഒന്ന് കുറയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച് തുടങ്ങുന്ന ഒരു കാലം കൂടിയാണ് അവസാന മാസങ്ങൾ 2024. പക്ഷേ പ്രാർത്ഥന അത്യാവശ്യമാണ്. ആദ്യം എന്താ ചെയ്യേണ്ട? ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക. നീലപ്പെട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനി ഭഗവാന് ദാനം ചെയ്യുക. അത് വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ നിർബന്ധമായും, അതായത് വെള്ളിയാഴ്ച രാത്രി മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ശനിയാഴ്ച പൂർണ്ണമായിട്ടും ഞായറാഴ്ച രാവിലെ വരെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനി ഭഗവാനെ വന്ദിക്കുക, അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സ്തോത്രമുണ്ട്, അല്ലെങ്കിൽ ശ്ലോകമുണ്ട്, അതങ്ങോട്ട് ജപിച്ചോളൂ. നീലാഞ്ജന സമാഭാസം, സമാനാഭം എന്നും പറയും, രവിപുത്രം യമാഗ്രജം ജായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. ഇത് 9 പ്രാവശ്യം ജപിച്ചോളൂ. ഒരു തരത്തിലുള്ള പ്രയാസവും 2024 വരില്ല. വരുന്നതൊക്കെ ആ സൂചനകൾ നൽകി അങ്ങ് പിന്നോട്ട് പൊക്കോളും. ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ തിങ്കളാഴ്ചകളിൽ ഗണപതിയെ കൂടി വണങ്ങാം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അവിടെ ഒരു നാളികേരം നിവേദിച്ചോളൂ. നാളികേരം നിവേദിച്ചിട്ട് അതിൻ്റെ പ്രസാദം എടുക്കണ്ട കേട്ടോ. നാളികേരം പൊട്ടിച്ചാലും അതിൻ്റെ പ്രസാദം എടുക്കണ്ട. കഴിയുന്ന തിങ്കളാഴ്ചകളിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പൗർണമിക്ക് ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. ദേവി കൂടെ ഉണ്ടാവും, ധനലക്ഷ്മി കൂടെ ഉണ്ടാവും. അധിക പണച്ചെലവ് ഉണ്ടാവുമെങ്കിലും ആവശ്യത്തിനൊക്കെ പണം ദേവി എത്തിച്ചോളും എന്നുള്ളതാണ്. അതാണ് പൂർണ്ണചന്ദ്രൻ്റെ പൗർണമിക്ക് ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് സന്തോഷകരമായിട്ട് 2024 മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പൂരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. 2024 ആദ്യ മാസങ്ങളിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. അതായത് സാമ്പത്തിക രംഗത്ത് അല്പം ഒരു വരുമാനത്തിൽ വർധനവോ അല്ലെങ്കിൽ പഴയ ബാധ്യതകൾ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമോ ഒക്കെ വന്നു ചേരാനുള്ള ഒരു യോഗം 2024 കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, പുതിയ വാഹനം വാങ്ങാനോ വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനോ ഇപ്പോഴുള്ള വാഹനം ഒന്ന് മോഡിഫൈ ചെയ്യാനോ ഒക്കെയുള്ള യോഗമുണ്ട്. വീട്ടിൽ ചെറിയ റിപ്പയർ വർക്കൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വീടൊന്ന് മോഡിഫൈ ചെയ്യാനോ ഡെക്കറേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ടെന്നും അറിഞ്ഞിരിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് നല്ല വർഷമാണ്. പ്രത്യേകിച്ച്
ആദ്യ ഭാഗം. പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചോളൂ. ജാതകത്തിൽ 7 ചൊവ്വ 8 രാഹു ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ ഉള്ളവർ, 7 ചൊവ്വയോ അല്ലെങ്കിൽ 8 രാഹുവോ ഒക്കെ ഉള്ളവർ, അത് പെൺകുട്ടികൾക്കാണ് 8 പ്രാധാന്യം. ജാതകത്തിലെ പരിഹാരങ്ങൾ അത്യാവശ്യം അനുഷ്ഠിക്കണം. വിവാഹം ഈ 2024 ഫസ്റ്റ് ഹാഫിൽ തന്നെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ചിങ്ങത്തിന് മുമ്പ് തന്നെ നടക്കാനുള്ള, ചിങ്ങം കഴിയുന്നതിന് മുമ്പ് തന്നെ നടക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതുകൊണ്ട് പ്രണയ കാര്യങ്ങളിലും അതുപോലെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു. പ്രണയം വിവാഹത്തിലെത്താനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ കാണുന്ന ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ കാര്യമാണ്. കുടുംബസ്ഥാനം, ധനവാക്ക് കുടുംബസ്ഥാനത്ത് വ്യാഴൻ സഞ്ചരിക്കുക എന്ന് പറയുന്നത് പിന്നെ എന്ത് വേണം? കുട്ടികളുടെ കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാവും. അവർക്ക് നേട്ടങ്ങൾ വരാൻ അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ലൊരു ജോലി തരപ്പെടുക, ഫോറിൻ കൺട്രീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഒന്ന് ശരിയായിട്ട് വരും. ഇങ്ങനെ സന്തതി സ്ഥാനീയർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും, സന്തതി എന്ന് പറയുമ്പോൾ സന്തതി മാത്രമല്ല, സന്തതി സ്ഥാനീയരുണ്ടല്ലോ, ആ പ്രായത്തിലുള്ള അടുത്ത ബന്ധുക്കളും ഒക്കെ അതിനകത്ത് വരും, രക്തബന്ധത്തിലുള്ളവരും അതിനകത്ത് വരും. അവർക്കൊക്കെ നേട്ടങ്ങൾ വരുന്നൊരു കാലമായിരിക്കും 2024 എന്നുള്ള കാര്യം അറിയുക. സ്വന്തം വിവാഹ കാര്യങ്ങൾ, ഈ രാശിയിൽ ജനിച്ചവരുടെ വിവാഹ കാര്യങ്ങളിലും തീരുമാനമാകുവാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് എന്ത് കാരണം കൊണ്ട് വൈകിയാലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു എന്നുള്ള കാര്യം അറിയുക. പിന്നീട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്തെ എഡ്യൂക്കേഷനൊക്കെ ലഭിക്കാൻ ഭാഗ്യമുണ്ട്. അതിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും. ദൂരദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതി കാത്തു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ വിജയം എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പക്ഷേ ജാതകത്തിൽ 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യം അല്പം കുറവായവർക്ക് ആദ്യം എല്ലാ കാര്യത്തിലും ഒരു തടസ്സം അനുഭവപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി പൗർണമിക്ക് ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. ആ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയിലെ പ്രസാദം ദിവസവും ഒന്ന് ധരിച്ചോളൂ. അത് നെറ്റിയിൽ ധരിക്കുക. അത് ഭാഗ്യം കൊണ്ട് തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിൻ്റെ കൂട്ടത്തിലൊരു ജപം കൂടി വേണം, മഹാലക്ഷ്മി സ്തോത്ര ജപം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. ഇത് ദിവസവും ജപിച്ചോളൂ. പണത്തിനൊരു പ്രയാസവും ഉണ്ടാവില്ല. പണം എപ്പോഴാണോ അത്യാവശ്യമുള്ള ദേവി കൊണ്ടു തന്നു. അപ്പോൾ അതുകൊണ്ട് ആ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വിവാഹ കാര്യങ്ങൾക്കും ബിസിനസ് ഒന്ന് ബെറ്റർ ചെയ്യാനും ഒക്കെ മെച്ചമായിട്ടുള്ള വർഷമാണ് 2024. സാമ്പത്തികമായിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. പഴയ കടമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ളൊരു സാഹചര്യവും വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. അപ്പോൾ ആശ്വാസത്തിൻ്റെ ഈ കാലത്ത് മഹാഗണപതിയെ കൂടി വണങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു അനുകൂലമായിട്ടുള്ള ഫലങ്ങളിൽ. അപ്പോൾ മഹാഗണപതിയെ വണങ്ങാനായിട്ട് അടുത്ത ക്ഷേത്രത്തിലെ മഹാഗണപതിയെ വണങ്ങുക. മഹാഗണപതി ക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസ നിവേദ്യമാകാം മാസം തോറും ജന്മനാളിന്. അത് തടസ്സങ്ങൾ മാറ്റാനായിട്ട് വിഘ്നേശ്വര ഭാവത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീ ഗണേശ സ്തോത്രം കൂടി ജപിച്ചോളൂ. സകല പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. പ്രയാസങ്ങൾ കുറയ്ക്കുന്ന ഒരു വർഷമായി 2024 മാറ്റി എടുക്കുവാൻ സാധിക്കും. പ്രാർത്ഥന കൊണ്ട് പല പ്രയാസങ്ങളും നീക്കുവാൻ കഴിയും. വ്യാഴൻ്റെ അനുകൂല ഭാവമുണ്ട്. അതുകൊണ്ട് വ്യാഴപ്രീതി കൂടി വരുത്തിക്കൊള്ളുക. വ്യാഴാഴ്ച കഴിയുന്നതും വ്രതം എടുത്തോളൂ കേട്ടോ. മത്സ്യമാംസാദികൾ ഒഴിവാക്കി കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ആകാം. ഇതൊക്കെ കൊണ്ട് ഈ 2024 അനുകൂലമായിട്ടുള്ള ഭാവം ഉണ്ട്. 2 വ്യാഴനുള്ളതുകൊണ്ട് ആദ്യത്തെ മെയ് മാസം വരെ എന്തായാലും അനുകൂല ഭാവമാണ്. ആ സമയത്ത് നമ്മൾ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മറ്റുള്ള പിന്നീട് വരുന്ന 6 മാസം 7 മാസക്കാലവും അനുകൂലമായി വന്നു ഭവിച്ച് കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ലഭിക്കുവാനായിട്ട് ഈശ്വര സാന്നിധ്യം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും പുതിയ വർഷമായിട്ടുള്ള 2024 ഫലസൂചനകളാണ് ഇവിടെ പൂർണ്ണമാകുന്നത്. വിവാഹമായാലും ബിസിനസ് ആയാലും
എഡ്യൂക്കേഷനായാലും ജോലിയായാലും ഇതിലെ ഫലസൂചനകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറിയിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമാണ് പറയാറുള്ളത്. പ്രതികൂലമായിട്ടുള്ള ഫലസൂചനകൾ എങ്ങനെ അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളതിനാണ് ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള സൂചന ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അതെങ്ങനെ അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളതിനാണല്ലോ പ്രാധാന്യം. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്, എല്ലാ ആഴ്ചകളിലും അങ്ങനെയാണ്. പ്രതികൂലമായിട്ടുള്ള സൂചനകൾ ഉണ്ടെങ്കിലും അത് അനുകൂലമാക്കുവാനുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളും പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളെ അനുകൂലമാക്കി എടുക്കുവാനുള്ള മനസ്സിൻ്റെ ഒരു ശക്തിയും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കുവാനും, അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ശക്തി എന്ന് പറയുമല്ലോ. ഉള്ളിലുള്ള ഈശ്വരീയ ശക്തിയെ എങ്ങനെ ഉണർത്താം, അതെങ്ങനെ അനുകൂലമാക്കി എടുക്കാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഭാരതീയ ആചാരപ്രകാരമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിശകലനം കൂടിയാണ് ഈ പ്രോഗ്രാം. അപ്പോൾ എത്രത്തോളം സമർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം കാലം നമുക്ക് അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെയാണല്ലോ. എന്തൊക്കെ അഡ്വേഴ്സിറ്റി ഉള്ളവർ, ബ്ലൈൻഡ്, ഡെഫ് ആൻഡ് മ്യൂട്ടായിട്ടുള്ളവർ, അതിനെയൊക്കെ അതിജീവിച്ച് ലോക പ്രശസ്തി നേടി എടുത്തത് ഒരുപക്ഷെ അവരുടെ ഒരു ടീച്ചറിൻ്റെ, ആചാര്യസ്ഥാനീയൻ്റെ സഹായം കൊണ്ടാണ്. ആ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ ഇതിനകത്ത് വളരെ പ്രധാനമാണ്. എല്ലാ കഴിവുകളും ഉള്ളവർ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മിണ്ടാണ്ടിരിക്കുന്നു. നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമാകും. എന്തൊക്കെ നമുക്ക് പരിമിതികളുണ്ടെങ്കിലും പരിമിതികളെ അതിജീവിച്ച് ലോക പ്രശസ്തി നേടിയെടുത്തവരാണ് കൂടുതൽ പേരും, പ്രശസ്തിയിലെത്തിയ കൂടുതൽ പേരും എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വർഷത്തെ 2024 സ്വീകരിക്കാനും മുന്നോട്ട് പോകുവാനും. എന്തൊക്കെ പ്രതികൂലാവസ്ഥയുണ്ടെങ്കിലും ശക്തമായി മുന്നോട്ട് പോയിക്കോളൂ, കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഭാരതീയ ആചാരപ്രകാരം ഒരു സപ്പോർട്ട് മെക്കാനിസമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന കൊണ്ട് ഈശ്വര ചൈതന്യം നമ്മളിൽ നിറയുമെന്നും ഉള്ളിലുള്ള ഈശ്വരീയത കുറച്ചുകൂടി ശക്തമായിട്ട്, ക്രിയേറ്റീവായിട്ട് പ്രവർത്തിച്ച് നമ്മളെ വിജയത്തിലെത്തിക്കും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് എപ്പോഴും ഫെയ്റ്റലിസം അല്ല, വിധിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതല്ല. ജീവിതത്തെ കൺസ്ട്രക്റ്റീവായിട്ട് സമീപിച്ച് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പരിഹാരം. അതിൽ പണമൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. എല്ലാവരും പറയാറുണ്ട്, ക്ഷേത്രത്തിൽ പോയൊരു നൂല് കെട്ടിയ പ്രശ്നം മാറുമോ? നൂല് ജപിച്ച് ധരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണെങ്കിൽ, ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്താ? ബ്രെയിൻ ആക്ടിവിറ്റിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ നൂല് ജപിച്ച് കെട്ടണം, 1 അല്ല 9 ജപിച്ച് കെട്ടിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമല്ലേ ഉണ്ടാവുന്നത്. അല്ല, അതിന് മറ്റു മാർഗ്ഗങ്ങളുണ്ടല്ലോ. മറ്റു മാർഗ്ഗങ്ങൾ ഫലിക്കാണ്ട് വരുമ്പോഴല്ലേ നമ്മളിത് ചെയ്യുന്നത്. പലപ്പോഴും അത് വിശ്വാസമല്ലേ. ഈ വിശ്വാസം എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ബ്രെയിൻ ആക്ടിവിറ്റിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റി. അങ്ങനെ വിശ്വാസം ഉള്ളവർക്ക് ഇതാണ് എളുപ്പമുള്ള മാർഗം. ജപിച്ച നൂല് ധരിക്കുക, പ്രാർത്ഥന നടത്തുക, വഴിപാട് കഴിക്കുക. മനസ്സിനെ നമ്മളൊന്ന് രൂപപ്പെടുത്തി എടുക്കുവാൻ ഇതല്ലാണ്ട് മറ്റെന്ത് മാർഗ്ഗം അവിടെ ഉള്ളത്? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണ്ടേ, ജീവിക്കണ്ടേ, അത് സത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കണ്ടേ. അതിന് ഈശ്വരാരാധന തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒരു വർഷത്തിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫലങ്ങൾ ശ്രദ്ധിക്കേണ്ട, ദേശം, കാലം, പ്രായം, സ്ഥാനം എന്നാണ് പറയുക. ദേശം അറിഞ്ഞാണ് ഫലം പറയേണ്ടത്. ഇപ്പോൾ US ടാബുമായിട്ടുള്ള ഇന്ത്യയിൽ ടാബുമല്ല. കാലം 2024 ആ 2024 എന്തൊക്കെ സംഭവിക്കുന്നുള്ള സൂചന ആ കാലത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് വേണം നമുക്ക് കാണാം. അത് ദേശം, കാലം, പ്രായം. നമ്മുടെ പ്രായം പ്രധാനമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുമ്പോൾ എഡ്യൂക്കേഷനിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിവാഹം, പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ആ പ്രായത്തിലുള്ളവർ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില പ്രായത്തിൽ പ്രണയം നല്ലതല്ല, അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രായം. പിന്നെ സ്ഥാനം ഒരാളുടെ വളരെ പ്രധാനമാണ്. മഹാരാജാവിൻ്റെ സ്ഥാനം, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ സ്ഥാനം, അധികാരമില്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ സ്ഥാനം, മുന്നോക്കം നിൽക്കുന്നവർ, ഇടത്തരക്കാരുടെ സ്ഥാനം, അവരവരുടെ സ്ഥാനം അനുസരിച്ചിട്ടായിരിക്കും ഇപ്പം അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ പുരോഗതി ദൃശ്യമാകുക. അല്ലാണ്ട് ഒരു സാധാരണ വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് രാജയോഗ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അങ്ങോട്ട് കുറയും.
ജീവിതം നമുക്ക് വിജയത്തിലെത്തിക്കുവാനും കഴിയും. ആ സമയത്ത് ഓരോരുത്തരും അവരവരുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. നമ്മളെപ്പോഴും കാണേണ്ട ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിൽ, മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ വെറുതെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഹാർഡ് വർക്ക് കൊണ്ട് ഒരുപക്ഷെ അത് നേടുവാൻ കഴിഞ്ഞേക്കും. ആ ഒരു കാൽക്കുലേഷനാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആ ഒരു വിഷ്വലൈസേഷനാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഇത്തരത്തിലുള്ളൊരു വിഷ്വലൈസേഷൻ കൊണ്ട് എന്തായാലും ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈശ്വരാർപ്പണത്തോടുകൂടി 2024 മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഗെയിൻസ് ഉണ്ടാവും. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വർഷം തന്നെ ആകട്ടെ 2024 മാന്യ പ്രേക്ഷകർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.